ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ബിൽഡിംഗ്, നമുക്ക് മെയിൻ ആയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസും ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് വരുന്നതാണ് സിമന്റ്, ലൈം, മോട്ടോർ, കോൺക്രീറ്റ്, അഡ്മിക്സ്ചർ, ടിമ്പർ, ബ്രിക്ക്, പെയിന്റ്സ്, പിന്നെ മിസലേനിയസ് ആയിട്ട്, കാരണം അതിന്റെ മെറ്റൽസ്, അങ്ങനെ കുറച്ച് ടോപ്പിക്സ് ഒക്കെ ഉള്ളത്. ഓക്കെ, പിന്നെ ഫൗണ്ടേഷനും കാര്യങ്ങളെല്ലാം നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷനകത്താണ് വരുന്നത്. അപ്പൊ ആദ്യമേ നമുക്ക് എപ്പോഴും എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിനകത്ത് സ്റ്റോൺസും കൂടെ ഉണ്ട് കേട്ടോ. അപ്പൊ സിമെന്റ്, ആദ്യമേ നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സിമെന്റ് ആണ്. സിമെന്റും കോൺക്രീറ്റും ഒരുപാട് വെയിറ്റേജ് ഉള്ളതാണ്. കോൺക്രീറ്റും അതുപോലെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ സിമെന്റും കോൺക്രീറ്റും നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റോൺസ്, ബ്രിക്സ്, ലൈം, അതൊക്കെ ചെറിയ ടോപ്പിക്സ് ആണ്, അതിനകത്തൊക്കെ വരാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ സിമെന്റ് നമ്മൾ പറയുന്നതിന് മുമ്പേ ആദ്യമേ നമ്മളിപ്പോ ഒരുപാട് കാര്യങ്ങളൊന്നും പറയണ്ട. നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂലുള്ള കാര്യങ്ങൾ മാത്രം ഫോക്കസ് ചെയ്താൽ മതി. അല്ലാതെ നോക്കുവാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ ജസ്റ്റ് എക്സാമിന് എങ്ങനെയൊക്കെ ചോദിക്കുക, എന്തൊക്കെ കണ്ടന്റ് അറിയണം, ആ ഒരു പോയിന്റ് ഓഫ് വ്യൂ വെച്ച് മാത്രമേ നമ്മൾ ക്ലാസ് എടുക്കുന്നുള്ളൂ. നിങ്ങൾ പഠിക്കുവാണെങ്കിൽ അത്ര മാത്രം പഠിച്ചാൽ മതി. ഒരുപാട് സമയം ചുമ്മാ പുസ്തകം ഒക്കെ വായിച്ച് തിയറി വായിച്ച് ആരും വേസ്റ്റ് ചെയ്യണ്ട. പഠിപ്പിക്കുന്ന കാര്യം കറക്റ്റ് ആയിട്ട് പഠിച്ചാൽ ഈ കണ്ടന്റ് തന്നെ മാക്സിമം ആണ്. ഓക്കെ, അപ്പൊ ആദ്യമേ പറയുവാണെങ്കിൽ സിമെന്റ് നമ്മൾക്ക് നാച്ചുറൽ സിമെന്റും ഉണ്ട്, ആർട്ടിഫിഷ്യൽ സിമെന്റും ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന എല്ലാം ഗ്രൈൻഡ് ചെയ്ത് ബേൺ ചെയ്തൊക്കെ ഉണ്ടാക്കുന്നതാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ സിമെന്റ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്. ഇനി ആദ്യമായിട്ട് സിമെന്റ് ഇൻവെന്റ് ചെയ്തെന്ന് പറഞ്ഞ ജോസഫ് ആസ്പിഡിൻ എന്ന് പറയുന്ന ഒരു മേസൺ എന്ന് പറയാം. ജോസഫ് ആസ്പിഡിൻ ആണ് ആദ്യമായിട്ട് സിമെന്റ് ഇൻവെന്റ് ചെയ്തത്. അപ്പൊ അദ്ദേഹം ആ സിമെന്റിന് പേരിട്ടിരിക്കുന്ന പോർട്ട്ലാൻഡ് സിമെന്റ് എന്നാണ്. അപ്പൊ നമ്മളിപ്പോ എപ്പോഴും കേൾക്കും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. ഈ പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന പേര് കേൾക്കാൻ റീസൺ എന്ന് പറയുന്നത് പോർട്ട്ലാൻഡിന്റെ ഒരു സ്റ്റോൺസ്, ആദ്യമേ പോർട്ട്ലാൻഡിലെ സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ടാണ് ആദ്യമേ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് ലൈം സ്റ്റോൺ ഒക്കെ വെച്ചിട്ടാണ്. സിമെന്റ് ഒന്നുമില്ല, അതിന് പകരം പോർട്ട്ലാൻഡ് സ്റ്റോൺ, പോർട്ട്ലാൻഡിനകത്ത് ആ സ്റ്റോൺസ് മെയിൻ ആയിട്ട് ഒരുപാട്. അപ്പൊ അതുകൊണ്ട് ആ പോർട്ട്ലാൻഡ് സ്റ്റോൺ എന്നാണ് പേര് പറഞ്ഞത്. അപ്പൊ ആ സ്റ്റോൺസ് വെച്ചാണ് മെയിൻ കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ അതിനെ റിസംബിൾ ചെയ്യുന്ന രീതിയിൽ ഒരു ആർട്ടിഫിഷ്യൽ സിമെന്റ് അവിടെ കണ്ടുപിടിച്ചപ്പം പേര് കൊടുത്തത് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ്. അപ്പൊ അങ്ങനെയാണ് ആ പോർട്ട്ലാൻഡ് എന്ന് പറയുന്ന പേര് വന്നത്. അപ്പൊ ജോസഫ് ആസ്പിഡിൻ ഇൻവെന്റഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ഇൻ UK in 1824. ഓവർസിയർ എക്സാമിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടാണ് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇയറും ചോദിക്കാം, പേരും ചോദിക്കാം. അപ്പൊ പഠിച്ചു വെച്ചിരിക്കുക. ജോസഫ് ആസ്പിഡിൻ ഇൻവെന്റഡ് പോർട്ട്ലാൻഡ് സിമെന്റ് ഇൻ 1824. 1824, 25, 26 അടുത്തടുത്ത നമ്പർ ആയിരിക്കും തരുന്നത്. നോട്ട് ചെയ്ത് വെച്ചിരിക്കുക 1824. ഓക്കെ, ഇനി എങ്ങനെ യൂസ് ചെയ്യുന്ന പറയുന്നത്, ഹി യൂസ്ഡ് ഓഫ് ലൈം സ്റ്റോൺ, ക്ലേ ആൻഡ് വാട്ടർ. അപ്പൊ ലൈം സ്റ്റോൺ, അത് ഈ ഒരു പിക്ചറിൽ നോക്കിയേ. ലൈം സ്റ്റോൺ ഇതാണ് ആദ്യം പറഞ്ഞത്, പോർട്ട്ലാൻഡ് സ്റ്റോണുമായിട്ടുണ്ട്. അപ്പൊ ഈ ലൈം സ്റ്റോൺ പ്ലസ് ക്ലേ, ലൈം സ്റ്റോണും ക്ലേയും വാട്ടറും കൂടെ ആഡ് ചെയ്തിട്ടാണ് സിമെന്റ് ആദ്യമേ ഉണ്ടാക്കിയത്. ഇനി ഈ ലൈം സ്റ്റോണിനെ പിന്നെ നമ്മൾ കളക്ട് ചെയ്ത് ക്രഷ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തിട്ടൊക്കെയാണ് നമ്മൾ സിമെന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ സ്റ്റോൺ മീൻസ് മെയിൻ സ്റ്റോൺ എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ ആണ്. ഓക്കെ, ഇനി ഹൈ ഹീറ്റിലൊക്കെ നമ്മൾ ബേൺ ചെയ്തിട്ടാണ് സിമെന്റ് ഉണ്ടാക്കുന്നത്. ഈ പോയിന്റ്സ് മാത്രം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഇൻവെന്റ് ചെയ്ത ആരാ? ജോസഫ് ആസ്പിഡിൻ ഇൻ ദ ഇയർ 1824. അദ്ദേഹം യൂസ് ചെയ്തത് ഏതൊക്കെയാ? ലൈം സ്റ്റോൺ, ക്ലേ ആൻഡ് വാട്ടർ. ഓക്കെ, ഇനി നമുക്കറിയാം, നമ്മൾ ജനറൽ ആയിട്ടൊക്കെ പഠിക്കുന്നുണ്ട് കാൽക്കേരിയസ് മെറ്റീരിയൽ, ആർജിലേഷ്യസ് മെറ്റീരിയൽ, ഇതൊക്കെ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ സിമെന്റ് ഉണ്ടാക്കുന്നത്, അല്ലയോ? ഇനി ഏതൊക്കെ മെറ്റീരിയൽസ് കാൽക്കേരിയസ് മെറ്റീരിയൽ ആണ്, ഏതൊക്കെ മെറ്റീരിയൽസ് ആർജിലേഷ്യസ് ആണെന്നൊന്ന് നോക്കാം. അപ്പൊ കാൽക്കേരിയസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ലൈം കണ്ടന്റ് ഉള്ള മെറ്റീരിയലിനെയാണ് നമ്മൾ പറയുന്നത് കാൽക്കേരിയസ് മെറ്റീരിയൽ. ആദ്യമേ അറിഞ്ഞിരിക്കുക, സിമെന്റിനകത്ത് ഏറ്റവും ഹൈ പെർസെന്റേജ് കാണുന്നത് ലൈം ആണ്. സിമെന്റ്, ബ്രിക്ക് നമ്മൾ പഠിക്കുമ്പം അതിന്റെ ആ ഒരു കോൺസ്റ്റുവന്റ് റേഞ്ചസ് ഒരുപാട് മാറും, പക്ഷെ എല്ലാം സെയിം കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പൊ സിമെന്റിന് മാക്സിമം കണ്ടന്റ് എന്ന് പറയുന്നത് ലൈം ആണ്. അപ്പൊ ലൈം ഉള്ള മെറ്റീരിയൽ ആണ് കാൽക്കേരിയസ് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ കാൽക്കേരിയസ് മെറ്റീരിയൽ ആയിട്ട് ലൈം സ്റ്റോൺ ഉണ്ട്, ചോക്ക് ഉണ്ട്, മറൈൻ ഷെൽസ്, സിമെന്റ് റോക്സ്, ഇതെല്ലാം ഫോർ കാൽക്കേരിയസ് മെറ്റീരിയൽ ആണ്. അതിന് നമ്മൾ കൂടുതൽ അഡോപ്റ്റ് ചെയ്യുന്ന ലൈം സ്റ്റോൺ ആണ്. അപ്പൊ ഇത്രയും മെറ്റീരിയൽ ലൈം കണ്ടന്റ് ഉള്ള മെറ്റീരിയൽ ആണ്. ദെൻ ആർജിലേഷ്യസ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ക്ലേ കണ്ടന്റ് കൂടുതലുള്ള മെറ്റീരിയൽസ് ആണ് ആർജിലേഷ്യസ് മെറ്റീരിയൽ. ആർജിലേഷ്യസ് മെറ്റീരിയൽ എക്സാമ്പിൾ ആണ് ഈ ടാബുലാർ കോളത്തിൽ കാണിച്ചിരിക്കുന്നത് ഷെയിൽ,
ക്ലേ, സിമെന്റ് റോക്ക്. ഇപ്പൊ സിമെന്റ് റോക്ക് എല്ലാം ഉണ്ട്, കുറച്ച് ലൈമും ഉണ്ട്, കുറച്ച് ക്ലേസ് എല്ലാം കൂടെ മിക്സ്ഡ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് എടുക്കുന്ന ഇവിടെ ലൈം സ്റ്റോൺ, കാൽക്കേരിയസ് മെറ്റീരിയൽ ആയിട്ട് ലൈം സ്റ്റോൺ എടുക്കും, ആർജിലേഷ്യസ് മെറ്റീരിയൽ ആയിട്ട് ക്ലേ എടുക്കും, ദെൻ സിലിക്ക കണ്ടന്റും വേണം. അപ്പൊ സിലീഷ്യസ് മെറ്റീരിയൽ ആയിട്ട് നമ്മൾ സാൻഡ് സ്റ്റോൺ അല്ല ഡയറക്റ്റ് സിലിക്കയാണ് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു സിമെന്റിനകത്ത് നമ്മൾ മെറ്റീരിയലിനകത്ത് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പൊ കാൽക്കേരിയസ് മെറ്റീരിയൽ, ആർജിലേഷ്യസ് മെറ്റീരിയൽ ഇൻക്ലൂഡിങ് നമ്മൾ സിലിക്കയും കൂടെ കൺസിഡർ ചെയ്തിട്ട് കാൽക്കേരിയസ് ആർജിലേഷ്യസും കൂടെ പറയും. ഇനി സിലീഷ്യസ് എടുത്ത് പറയുന്നതാണ് സാൻഡ്സ്റ്റോൺ, സിലിക്ക. നമ്മൾ സ്റ്റോൺസ് ഒക്കെ പഠിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് സിലീഷ്യസ്, ആർജിലേഷ്യസ്, കാൽക്കേരിയസിന്റെ ഡിവിഷനിലോട്ട് നമുക്ക് പോവാം. അപ്പൊ സിമെന്റിനകത്ത് നമ്മൾ എടുക്കുന്ന മെയിൻ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട ലൈം ആണ്. അപ്പൊ കാൽക്കേരിയസ് മെറ്റീരിയൽ, ദെൻ നമുക്ക് വേണ്ടത് സിലിക്ക, ക്ലേ ഒക്കെ കണ്ടന്റ് വേണം, അതുകൊണ്ട് ആർജിലേഷ്യസ് മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി പേരൊക്കെ. ഇനി നമ്മൾ കൺസ്ട്രക്ഷൻ മാനുഫാക്ചറിങ് പറയുന്നതിന് മുമ്പ് ജസ്റ്റ് അതിന്റെ ബേസിക് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ഒത്തിരി പറഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ ബേസിക് എന്താ എങ്ങനെയാണെന്നൊന്നും അറിയാതെ ക്ലിങ്കർ എന്താ, പൾവറൈസിങ് എന്താ അത് അറിയാതെ നമ്മൾ പോയിട്ട് കാര്യമില്ല. അപ്പൊ ഓക്കെ, ആദ്യം പറഞ്ഞു നമുക്ക് വേണ്ട മെറ്റീരിയൽ എന്ന് പറയുന്നത് ലൈം സ്റ്റോൺ അല്ലെങ്കിൽ കാൽക്കേരിയസ് മെറ്റീരിയൽ, ആർജിലേഷ്യസ് മെറ്റീരിയൽ ഒക്കെ നമുക്ക് വേണം. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ട റോ മെറ്റീരിയൽ കളക്ട് ചെയ്യണം, അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ ഓഫ് റോ മെറ്റീരിയൽ. അപ്പൊ എവിടേക്കാണോ റോ മെറ്റീരിയൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ സ്ഥലത്തു നിന്നെല്ലാം നമ്മൾ പോയി റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. ഓക്കെ, നമുക്ക് അറിയാവുന്ന കാര്യം, നമുക്ക് സിമെന്റ് ഉണ്ടാക്കണമെങ്കിൽ അതിന് ആദ്യമേ റോ മെറ്റീരിയൽ വേണം. റോ മെറ്റീരിയൽ എന്തൊക്കെയാന്ന് പറയാ, നമുക്ക് ലൈം ഉള്ള കണ്ടന്റ് ഉള്ള മെറ്റീരിയൽ വേണം, ക്ലേ ഉള്ള കണ്ടന്റ് മെറ്റീരിയൽ വേണം, സിലിക്ക ഉള്ള കണ്ടന്റ് മെറ്റീരിയൽ വേണം. അപ്പൊ ആ മെറ്റീരിയൽ ഫസ്റ്റ് കളക്ട് ചെയ്ത് റോ മെറ്റീരിയൽ കളക്ട് ചെയ്ത് ജസ്റ്റ് സ്റ്റോർ ചെയ്തു. ഇനി നമ്മൾ സിമെന്റ് മാനുഫാക്ചറിങ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്തായിരിക്കും, ആ കളക്ട് ചെയ്ത മെറ്റീരിയൽ സ്റ്റോർ ചെയ്ത മെറ്റീരിയൽ കറക്റ്റ് പ്രൊപ്പോർഷനെ എടുക്കണം. നമ്മുടെ ലൈം ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഓക്കെ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂന്റ് എന്ന് പറയുന്ന ലൈം 60 to 65%. അപ്പൊ ഓരോന്ന് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് പഠിച്ചിട്ട് പോവാം. ഏറ്റവും ഹൈ ആയിട്ട് ഈ ടാബുലാർ കോളം മസ്റ്റ് ആണ്, പഠിച്ചേ പറ്റൂ. ഏതൊരു റേഷ്യോ അല്ല ഏതൊരു ഇതിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് പ്രൊപ്പോർഷൻ നമുക്ക് ചോദിക്കാം. ലൈം ആണ് ഏറ്റവും കൂടുതൽ, കാൽഷ്യം ഓക്സൈഡ് 62 to 65% ലൈം ആണ് സിമെന്റിൽ ഉള്ളത്. നമ്മളൊരു ആവറേജ് എടുക്കുവാണെങ്കിൽ 63% എന്നൊക്കെ പറയും. 63 എന്നും തരും, 62 to 65. എന്താണ് നമുക്ക് 62, 64, 65 എന്ന് ഓപ്ഷനിൽ തരത്തില്ല. അപ്പൊ ആ റേഞ്ച് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പൊ ലൈം ഉള്ള മെറ്റീരിയൽ എടുക്കുക. അപ്പൊ ലൈം വേണം, നമുക്ക് ലൈം എത്ര വേണം, 60 to 65% ലൈം വേണം. ഇനി അത് കഴിഞ്ഞ് തൊട്ടടുത്ത് ഏറ്റവും കൂടുതൽ വേണ്ട സിലിക്കയാണ്. ക്ലേ കണ്ടന്റിനകത്ത് സിലിക്ക ഒരുപാടുണ്ട്. അപ്പൊ സിലിക്ക എന്ന് പറയുന്നത് 17 to 25%. 17 to 25% സിലിക്കയാണ്. അപ്പൊ ഈ റോ മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്ത റോ മെറ്റീരിയലിൽ നിന്ന് 65%, അപ്പൊ പ്രൊപ്പോർഷൻ കറക്റ്റ് പ്രൊപ്പോർഷൻ ഓരോ മെറ്റീരിയലും നമുക്ക് എടുക്കണം. അപ്പൊ കറക്ഷൻ ഓഫ് പ്രൊപ്പോർഷൻസ്. ഓക്കെ, ലൈം എടുക്കുക, സിലിക്ക എടുക്കുക, പിന്നെ താഴെ ആവശ്യമുള്ള പ്രൊപ്പോർഷൻ എല്ലാ മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഇതിനെ എന്ത് ചെയ്യുക, പൾവറൈസേഷൻ ടേം നോട്ട് ചെയ്ത് വെക്കുക. പുതിയൊരു ടേം ആണ്, പഠിച്ച ടേം ആണ്, എങ്കിലും മറന്നുപോയിരിക്കുന്ന ഒരു ടേം ആണ് പൾവറൈസേഷൻ. പൾവറൈസേഷൻ എന്ന് പറഞ്ഞാൽ ഈ എടുത്തിരിക്കുന്ന നമ്മൾ ഇതെന്ന് പറയുന്ന റോ മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു സോളിഡ് ആയിട്ടല്ലേ എല്ലാം ഇരിക്കുന്നത്. അപ്പൊ അതിനെ എല്ലാം കൂടെ നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്യണം, പൗഡർ ഫോമിലോട്ട് ആക്കുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾവറൈസേഷൻ. സിമെന്റ് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടില്ല, ജസ്റ്റ് സ്റ്റോർ ചെയ്ത് ഇതിനകത്ത് മെറ്റീരിയൽ നമ്മൾ കളക്ട് ചെയ്തു, കറക്റ്റ് പ്രൊപ്പോർഷനുള്ള മെറ്റീരിയൽസ് നമ്മൾ കറക്റ്റ് പ്രൊപ്പോർഷനിലാക്കി വെയിറ്റ് ഒക്കെ നോക്കി കറക്റ്റ് ആയിട്ട് എടുത്തു. ഇനി എന്ത് വേണം, ഇതെല്ലാം കൂടെ ഒന്ന് അല്ലെങ്കിൽ ഓരോന്ന് ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്കൊന്ന് അത് പൊടിക്കണം. അപ്പൊ പൗഡേർഡ് ഫോമിലാക്കണം. അപ്പൊ പൗഡേർഡ് ഫോമിലാക്കുന്നതിന് പറയുന്ന പേരാണ് പൾവറൈസേഷൻ, പൾവറൈസേഷൻ. ഇനി ഏതിനകത്താണ് പൾവറൈസേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ബോൾ മിൽസ്. ഓക്കെ, നോട്ട് ചെയ്യുക, പൾവറൈസേഷൻ നടക്കുന്ന എന്തില്ല, ബോൾ മിൽസിലാണ് അതിനെല്ലാം നമ്മൾ പൊടിക്കുന്നത്. പണ്ടത്തെ ഗ്രൈൻഡർ പോലെ ഓർത്താൽ മതി. അതുകൊണ്ട് ഇതൊരു ബോൾ മില്ലാണ് കാണിച്ചിരിക്കുന്ന ഈ പിക്ചർ. അപ്പൊ ഇതിനകത്ത് നമ്മളുടെ മെറ്റീരിയൽ ഇട്ട് നമ്മൾ അതിനെ ഗ്രൈൻഡ് ചെയ്തിട്ട് എന്ന് വെച്ചാൽ പൗഡർ ആക്കുന്നു. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ്, പൗഡർ ഫോമിലാക്കുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പൾവറൈസേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും നമുക്ക് കിട്ടിയല്ലോ, മെറ്റീരിയൽ എല്ലാം പൊടിച്ചു. ഇനി എന്ത് വേണം, ഇതിനെ നമ്മൾ ഹീറ്റ് ചെയ്യണം. ഇതിനെല്ലാം നമ്മൾ റോട്ടറി കിന്നിൽ കൊണ്ടുപോയിട്ട് ഹീറ്റ് ചെയ്യണം. അപ്പൊ ഹീറ്റ് ചെയ്യുന്നതിന് കാൽസിനേഷൻ ഇൻ കിന്നിലാണ്, നമ്മൾ റോട്ടറി കിന്നിലാണ് അത് ഹീറ്റ് ചെയ്യുന്നത്, നമുക്കറിയാവുന്ന കാര്യമാണ്. അതിന് കാൽസിനേഷൻ എന്ന് പറഞ്ഞാൽ അതും ടെക്നിക്കൽ ടേം യൂസ് ചെയ്യുവാണ്. കാൽസിനേഷൻ എന്ന് പറയുന്നത് നോക്കിയേ, ഹീറ്റിംഗ് ഓഫ് സബ്സ്റ്റൻസ് അപ് ടു ഹൈ ടെമ്പറേച്ചർ ബട്ട് ബിലോ മെൽറ്റിംഗ് പോയിന്റ്. ഓക്കെ,
ഹൈ ടെമ്പറേച്ചർ ബിലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഹൈ ടെമ്പറേച്ചറിൽ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, അപ്പൊ എന്തൊക്കെ കിട്ടി? പൾവറൈസേഷൻ എന്താന്ന് മനസ്സിലായി, കാൽസിനേഷൻ എന്താന്ന് മനസ്സിലായി. ഇനി നമ്മൾ ഈ ഒരു റോട്ടറി കിന്നിനെ ഈ മിക്സർ എല്ലാം കൂടെ നമ്മൾ ഹീറ്റ് ചെയ്യുമ്പം അവസാനം അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നത് പൗഡർ ഫോമിലായിട്ടല്ല, നമ്മൾ ഒരുമാതിരി മിക്സ് ചെയ്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ അതിനെ എല്ലാം കൂടെ നമ്മൾ ഒരു ക്ലിങ്കർ ഫോമിലാക്കണം. ക്ലിങ്കർ ഫോം എന്ന് പറയുന്നത് ബോൾ ആയിട്ട്, അതിനെല്ലാം ഓരോ ബോൾസ് ആയിട്ട് നമ്മളൊന്ന് ഉരുട്ടി വെക്കണം. ഫോർമേഷൻ ഓഫ് ക്ലിങ്കർ. ഓക്കെ, ആൻഡ് ഇതാണ് ക്ലിങ്കർ എന്ന് പറയുന്നത്. ഇത് എൻഡ് ഓഫ് കൂളിംഗ്. ആൻഡ് ഈ ഒരു പിക്ചറിനകത്താണ് എൻഡ് ഓഫ് കൂളിംഗ്. ഇത് ആക്ച്വലി നല്ല ക്ലിങ്കർ ആയിട്ടല്ല, ഒരു മിക്സ് പോലെയൊക്കെ വന്നിരിക്കുക, പല പല സൈസാണ്. അതിനെല്ലാം നല്ലൊരു ബോൾസിലോട്ട് മാറ്റുന്നതിനാണ് ക്ലിങ്കറിംഗ് എന്ന് പറയുന്നത്, അല്ലെ ക്ലിങ്കേഴ്സ് എന്ന് പറഞ്ഞ ബോൾ ആയിട്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ആ റോട്ടറി കിന്നി നല്ല ഹീറ്റ് കൊടുത്തിട്ട് then അതിനെ കൂൾ ചെയ്യിക്കും കേട്ടോ. എന്നിട്ട് ഈ ക്ലിങ്കറിന്റെ ഫോമിലൊക്കെ ആക്കിയിട്ട് നമ്മൾ അതിനെ കൂൾ ചെയ്യിക്കും. അപ്പൊ ഇതൊരു 1200 to 500 അതിനകത്താണ് നമ്മളുടെ ഒരു ഹീറ്റിങ്ങും പിന്നെ കൂളിംഗ് 500 ഡിഗ്രിയിലൊക്കെയാണ് കൂളിംഗ് ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, ഇനി കൂള് ചെയ്തു. അപ്പൊ ഒന്ന് മനസ്സിലാക്കി, ഇതുവരെ എക്സ്ട്രാ വേറെ ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. നമ്മൾ മെറ്റീരിയൽ എടുത്തു, അതിനെ കറക്റ്റ് പ്രൊപ്പോർഷണൽ ആക്കി പൾവറൈസ് ചെയ്തു, then അതിനെ റോട്ടറി കിന്നി ഹീറ്റ് ചെയ്തു. ഹീറ്റ് ചെയ്തിട്ട് ക്ലിങ്കേഴ്സ് ഫോം ചെയ്തു. ക്ലിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ ബോളുകളാക്കി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനകത്ത് ജിപ്സം ആഡ് ചെയ്യണം. ഓക്കെ, അപ്പൊ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, ജിപ്സം എപ്പോഴാണ് നമ്മൾ സിമെന്റിൽ ആഡ് ചെയ്യുന്നത്? അത് മിക്സ് ചെയ്യുന്ന സമയത്താണോ, ബേൺ ചെയ്യുന്ന സമയത്താണോ, ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ക്ലിങ്കർ ആണോ? അങ്ങനെ പല ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാം. അപ്പൊ ക്ലിങ്കർ നമ്മൾ ജിപ്സം ആഡ് ചെയ്യുന്നത് എന്തിനാ? മിക്സിങ്ങിന്റെ സമയത്ത് ലാസ്റ്റ് ക്ലിങ്കർ നമ്മൾ പൊടിച്ചു നോക്കിയേ, ഈ ഒരു ക്ലിങ്കർ നമുക്ക് ഫോം ചെയ്തു. ഇനി എന്താ നോക്കേ, പൾവറൈസിങ് ക്ലിങ്കർ ആൻഡ് ആഡ് ജിപ്സം. ഈ ഫോം ചെയ്ത ക്ലിങ്കറിനെ പിന്നെ നമുക്ക് സിമെന്റ് ആക്കണമെങ്കിൽ അത് തന്നെ പാക്ക് ചെയ്യണമെങ്കിൽ പിന്നെ നമ്മൾ പൊടിക്കണം. അപ്പൊ ആ പൊടിക്കുന്ന സമയത്തിനാണ്, അല്ലെ മിക്സ് ചെയ്യുന്ന സമയത്താണ് എന്ത് നമ്മൾ ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ജിപ്സം എന്ന് പറഞ്ഞാല്. ജിപ്സം ആഡ് ചെയ്യുന്നത് ഗ്രൈൻഡ് ഒക്കെ കഴിഞ്ഞിട്ട് കൂളിംഗ് ഒക്കെ അല്ല, ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ക്ലിങ്കർ അല്ല, മിക്സിംഗ് ടൈമിലാണ് ഏത് ആഡ് ചെയ്യുന്നത്? ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി എന്തിനാണ് ജിപ്സം ആഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ജിപ്സത്തിന്റെ അവിടെ ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കുക, എത്ര പെർസെന്റേജ് ജിപ്സമാണ് ആഡ് ചെയ്യുന്നത്, ഏത് സമയത്താണ് ജിപ്സം ആഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് ജിപ്സം ആഡ് ചെയ്യുന്നത്? ഈ ജിപ്സം ആഡ് ചെയ്യുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അതിന്റെ സെറ്റിംഗ് ടൈം കുറച്ച് കൂട്ടാൻ വേണ്ടി. പെട്ടെന്ന് സെറ്റ് ചെയ്യരുത്. ഓട്ടെ, അപ്പൊ സിമെന്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞ് പെട്ടെന്ന് സെറ്റ് ചെയ്യാതെ സെറ്റിംഗ് ടൈം വെച്ചിട്ട് ഇൻക്രീസ് ചെയ്യിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഏത് ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓരോ പ്രോസസ്സ് പിന്നെ നമുക്ക് പറയുന്നുണ്ട്, ഒരു ഓവറോൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നതിന്റെ കൂടെ പറയുക. ഇനി ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റോർ ചെയ്തിട്ട് പിന്നെ നമ്മൾ കൊടുക്കാൻ നേരം അല്ല ജിപ്സം ആഡ് ചെയ്യുന്നത്. ക്ലിങ്കർ പൊടിക്കുമ്പം ക്ലിങ്കറിനെ പൾവറൈസ് ചെയ്യുന്ന സമയത്ത് ജിപ്സം കൂടെ ആഡ് ചെയ്യും. ജിപ്സം കൂടെ ആഡ് ചെയ്തിട്ട് പിന്നെ അതിനെ സ്റ്റോർ ചെയ്യും. ഓക്കെ, ഇനി ഒരുപാട് സ്റ്റോറേജ് കൂടുവാണെങ്കിൽ ആ സിമെന്റിന്റെ സ്ട്രെങ്തും കുറയും. അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ എങ്ങനെയാണ് സിമെന്റ് ഉണ്ടാവുന്നതെന്ന്. ഓക്കെ ആണോ? ഇനി ഓരോന്നായിട്ട് പറയട്ടെ. ടേംസ് ഒക്കെ ഓക്കെ ആണല്ലോ? പൾവറൈസേഷൻ, കാൽസിനേഷൻ നമ്മൾ ലൈമിലൊക്കെ പറയുന്ന ഒരു ടേം ആണ്. കാൽസിനേഷൻ എന്ന് പറഞ്ഞാല് നല്ല ഹൈ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് കാൽസിനേഷൻ. ഓക്കെ, ഇത് ബോൾ മില്ലിന്റെ ഒരു പിക്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. ഇനി അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 1300 to 1500 ഡിഗ്രി ആണ് റോട്ടറി കിന്നി നമ്മൾ ഹീറ്റ് ചെയ്യുന്ന അല്ലെ കാൽസിനേഷൻ ചെയ്യുന്ന ടെമ്പറേച്ചർ ആണ് കാണിച്ചിരിക്കുന്നത്. 1300 to 1500 കിലോ മെൽറ്റിംഗ് പോയിന്റ് ആണ്. ഇതിൽ കൂടുതൽ ഹീറ്റ് ചെയ്യത്തില്ല നമ്മൾ. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇനി ഇത് കുറെ ബേസിക് ആയിട്ട് കുറെ കാര്യങ്ങളുണ്ട്. 1 ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് എത്ര കിലോ ആണ്? 1 ബാഗ് സിമെന്റ് എന്ന് പറയുന്നത് 50 kg ആണ്, അല്ലെങ്കിൽ 0.0345 മീറ്റർ ക്യൂബ് ആണ്. ഇതെല്ലാം ഓരോ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആണ്. 1 ബാഗ് സിമെന്റ് കണ്ടെയ്ൻ ഡാഷ് kg എന്ന് ചോദിച്ചാൽ 50 kg, അല്ലെങ്കിൽ 1 ബാഗ് സിമെന്റ് എത്ര മീറ്റർ ക്യൂബ് ആണെന്ന് ചോദിച്ചാൽ 0.0345 മീറ്റർ ക്യൂബ്. ഇനി 1 മീറ്റർ ക്യൂബിനകത്ത് എത്ര അതിന്റെ ഡെൻസിറ്റി ചോദിക്കുകയാണെങ്കിൽ, സിമെന്റിന്റെ ഡെൻസിറ്റി എന്ന് ചോദിക്കുകയാണെങ്കിൽ 1440 കിലോഗ്രാം. ഡെൻസിറ്റി ചോദിക്കുകയാണെങ്കിൽ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. ഇവിടെ തന്നിരിക്കുന്ന 1 ക്യൂബിക് മീറ്റർ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് എന്ന് പറഞ്ഞാൽ 1440 kg. ഒരുപാട് തവണ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്ന ആൾക്കാരാണെങ്കിൽ, ഇപ്പൊ കുറെ ആൾക്കാർ നേരത്തെ പഠിക്കുന്നുണ്ട്, ഇനിയിപ്പോ നിങ്ങൾ ഇനി പഠിച്ചു തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം ഡെയിലി റിവൈസ് ചെയ്തതിൽ പിന്നെ നമുക്ക് മറക്കാത്ത രീതിയിൽ തന്നെ നമ്മൾ പഠിക്കും. കാരണം ഒരു ബിൽഡിംഗ് മെറ്റീരിയൽ പഠിക്കാൻ പോകുമ്പോൾ ആദ്യമേ നമ്മൾ സിമെന്റ് എടുത്ത് പഠിക്കുന്നതായിരിക്കും നല്ലത്. സ്റ്റോൺ ഒക്കെ ഉണ്ട് ഓക്കെ, എങ്കിലും സിമെന്റിന് നമ്മൾ ആദ്യമേ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇനി കുറച്ച് പോയിന്റ്സും കൂടെ എക്സ്ട്രാ പറയാത്തതിനകത്ത് എക്സ്ട്രാ വരുന്ന പോയിന്റ്സ് കൂടെ ഞാൻ ആഡ് ചെയ്ത് നിങ്ങൾക്ക് സ്ലൈഡ് തരാം കേട്ടോ.
ഓക്കെ, ഇനി നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ ഏതൊക്കെയാ വേണേന്ന് പറഞ്ഞു. ഇനി അതിന്റെ ഓരോന്നിന്റെയും കോൺസ്റ്റിറ്റ്യുവൻസും അതിന്റെ പെർസെന്റേജും അത് കൂടിയാൽ എങ്ങനെ വരും, അത് കുറഞ്ഞ എന്തെങ്ങനെ വരും. ഇപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസും സിമെന്റ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം. ആദ്യമേ പറഞ്ഞു ലൈം ആണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഏതാ? ലൈം ആണ്. 60 to 65% ലൈം വേണം. അറൌണ്ട് ആവറേജ് എടുക്കുവാണ് 63%. അത് തൊട്ടടുത്ത് നിൽക്കുന്ന സിലിക്ക ആണ്. സിലിക്ക 17 to 25%. പിന്നെ ഇപ്പൊ ഒരു കാര്യം പറയാം, സിലിക്കയാണ് നമുക്ക് ബ്രിക്കിൽ ഏറ്റവും കൂടുതൽ വേണ്ടത്. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വേണം പഠിക്കാൻ കേട്ടോ. സിലിക്ക ഇവിടെ രണ്ടാമതാണ് ഈ സിമെന്റിന്റെ സിലിക്കയുടെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അതിന്റെ ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലൈം ആണ്. പിന്നെ ഞാൻ പറയുന്ന സമയത്ത് എല്ലാവരും ഒന്ന് സ്ലൈഡ് നോക്കി ആ ടൈമിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുക. ലൈം ഗ്രേറ്റർ ദാൻ 60 അങ്ങനെയും ഒന്ന് ഓർത്ത് വെക്കുക. കറക്റ്റ് പ്രൊപ്പോർഷൻ കിട്ടിയില്ലേ. കറക്റ്റ് പറയുവാണ് 63 ആണ്. റേഞ്ച് പറയുവാണ് 62 to 65. ദെൻ സിലിക്ക 17 to 25. ദെൻ അലൂമിന 3 to 8%. ഓക്കെ, അലൂമിന 3 to 8%. സിമെന്റ് പഠിക്കുമ്പോൾ സിമെന്റിന്റെ കറക്റ്റ് ആയിട്ട് എക്സസ് എന്തായിരിക്കണം, അതിന്റെ ഡെഫിഷ്യൻസി എന്തായിരിക്കും എന്ന് ഉറപ്പിച്ചിട്ട് ബ്രിക്ക് എടുക്കുമ്പോൾ അതും കമ്പയർ ചെയ്ത് വേണം പഠിക്കാൻ. അല്ലാതെ ബ്രിക്ക് പഠിക്കുമ്പോൾ ബ്രിക്കിന്റെ മാത്രം വായിച്ചിട്ട് സിമെന്റ് പഠിക്കാതിരിക്കല്. കാരണം ക്വസ്റ്റ്യൻ വരുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചേർത്ത് വരും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് വേണം പഠിക്കാൻ കേട്ടോ. ഓക്കെ, അലൂമിന 3 to 8%. അലൂമിന നോർമൽ പറയുവാണെങ്കിൽ 6%. ഒറ്റ വാല്യൂ പറയുവാണെങ്കിൽ 6%. റേഞ്ച് പറയുവാണ് 6 to 8%. റേഞ്ച് ആണ് കൂടുതലും ചോദിക്കുന്നത്. ഇനി ഇച്ചിരി എളുപ്പത്തിൽ പഠിക്കാൻ ജിപ്സം അയൺ ഓക്സൈഡ്. ജിപ്സം അയൺ ഓക്സൈഡും 3 to 4%. ആക്ച്വലി ജിപ്സത്തിൽ നിങ്ങളിപ്പോ എന്നോട് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ജിപ്സം 2 to 3% കാണുന്നുണ്ട്. കറക്റ്റ് പറയുവാണ് ജിപ്സം 2 to 3%. പക്ഷെ PSCയുടെ കൂടുതലും നമ്മൾ കേരള PSC നോക്കുവാണെങ്കിൽ അവർ കൊടുത്തിരിക്കുന്ന ആൻസർ കീ എന്ന് പറയുന്നത് 3 to 4%. അപ്പൊ നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റത്തില്ല. 3 to 4% ആണ് ജനറലി കേരള PSC ആൻസർ പറഞ്ഞിരിക്കുന്നത്. ആക്ച്വൽ കേസ് നമ്മൾ SSC ഒക്കെ നോക്കുവാണെങ്കിൽ 2 to 3% കൂടുതൽ ഒരുപാട് കൂടാൻ പാടില്ല എന്നാണ് പറയുന്നത് ജിപ്സത്തിന്റെ കണ്ടന്റ്. ഓക്കെ, അപ്പൊ ഈ ഒരു നമ്മളിപ്പോ എക്സാമിന് നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് ആ ഒരു ആൻസർ നമ്മളൊന്ന് ഫോക്കസ് ചെയ്ത് പഠിക്കുക. ജിപ്സം എന്ന് പറയുന്നത് അയൺ ഓക്സൈഡ് ഏകദേശം 3 to 4% റേഞ്ചിൽ തന്നെ നിൽക്കും. അത് കഴിഞ്ഞ് മഗ്നീഷ്യം സൾഫറും അറൌണ്ട് 1 to 3% തന്നെ നിൽക്കും. ഇത് പഠിക്കാൻ എളുപ്പമില്ലയോ ഈ ടാബുലാർ കോളം. പിന്നെ കുറച്ച് ആൽക്കലീസ് എക്സ്ട്രാ, പിന്നെ കുറച്ച് കണ്ടന്റ് ഒക്കെ എക്സ്ട്രാ അതും ഇതൊക്കെ കാണാം. അതൊക്കെ മൈനോട്ട് പോയിന്റ് സംതിങ്ങേ ഉള്ളൂ. ദെൻ ആൽക്കലീസ് 0.2 to 1% വരെ സിമെന്റ് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ ആണല്ലോ. ലൈം, സിലിക്ക, അലൂമിന ഇമ്പോർട്ടന്റ് ആണ്. അലൂമിന 3 to 8%. ജിപ്സം നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്യുന്നതാണ്. ജിപ്സം 3 to 4% ആഡ് ചെയ്യണം. ദെൻ അയൺ ഓക്സൈഡ് എന്തിനായിരിക്കും കൂടുതലും? ബ്രിക്കിലൊക്കെ പറയുവാണ് കൂടുതലും കളറിനാണ് അയൺ ഓക്സൈഡ് ആഡ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ചെറിയൊരു അതിന്റെ ഒരു ഫംഗ്ഷൻ മാറുന്നുണ്ട് സിമെന്റിനകത്ത്. ഞാൻ പറഞ്ഞു തരാം. ബ്രിക്ക് എടുക്കുവാണ് അയൺ ഓക്സൈഡ് ഒരു പർപ്പസേ ഉള്ളൂ. മെയിൻ ആയിട്ട് കളർ ഇമ്പാർട്ട് ചെയ്യുന്ന അയൺ ഓക്സൈഡ് ആണ്. ഇവിടെയും കളർ ഇമ്പാർട്ട് ചെയ്യും. അതിനേക്കാളും കൂടുതൽ ഒരു ഫംഗ്ഷനും കൂടെ വരുന്നുണ്ട്. ദെൻ മഗ്നീഷ്യ 1 to 3%. സൾഫർ 1 to 3%. ഓക്കെ, ഇതാണ് സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ്. ഇനി നോക്കിയേ ഓരോന്നിന്റെ ഫംഗ്ഷൻ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ ലൈം 62 to 65% ആണ് ലൈം പറഞ്ഞത്. ഇനി അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ലൈം ഇമ്പാർട്ട് സ്ട്രെങ്ത് ആൻഡ് സൗണ്ട്നെസ്. അപ്പൊ സ്ട്രെങ്ത് കൊടുക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ലൈമും സ്ട്രെങ്ത് കൊടുക്കും, സിലിക്കയും സ്ട്രെങ്ത് കൊടുക്കും. കമ്പയർ ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ. ലൈമും സ്ട്രെങ്ത് കൊടുക്കും സിമെന്റിന്. കറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെങ്കിലുള്ള കാര്യമാണ് പറയുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷണൽ ആണെങ്കിൽ ലൈമും സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും, സിലിക്കയും സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. പിന്നെ ലൈമിന്റെ സിലിക്കയും കൂടെ കമ്പയർ ചെയ്ത എക്സ്ട്രാ ഒരു പ്രോപ്പർട്ടി ആണ് വരുന്നത് സൗണ്ട്നെസ്. കറക്റ്റ് വോളിയം അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. കറക്റ്റ് പ്രൊപ്പോർഷനിൽ ലൈം എടുത്താൽ വോളിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ലൈം. അത് ഈ സൗണ്ട്നെസ്, വോളിയമിന് നമ്മൾ പറയുന്ന സൗണ്ട്നെസ് എന്നാണ് നമ്മുടെ യൂസ് ചെയ്യുന്നത്. വോളിയം ഇൻക്രീസ് ചെയ്യാം, ഡിക്രീസ് ചെയ്യുകയൊക്കെ ചെയ്യുവാണ്. അതിന്റെ കണ്ടന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കഴിഞ്ഞാൽ വോളിയം ഇൻക്രീസ് ചെയ്യും, അല്ലെങ്കിൽ ചിലപ്പോൾ ഡിക്രീസ് ചെയ്യും. പക്ഷെ കറക്റ്റ് പ്രൊപ്പോർഷൻ എടുക്കുവാണെങ്കിൽ സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാ? ലൈമാണ്. മെയിൻ ആയിട്ട് ലൈമാണ് സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് രണ്ടും ഇതിന്റെ ഫങ്ഷൻസ് ആണ്. ഓക്കെ, ഇനി എക്സസ് ലൈം വന്നാൽ എന്ത് പറ്റും? ഡെഫിഷ്യൻസി വന്നാൽ എന്ത് പറ്റും? എക്സസ് വന്നാൽ നമുക്കറിയാം സൗണ്ട്നെസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രോപ്പർട്ടി ആണ്. അല്ല, അത് ഇമ്പാർട്ട് ചെയ്യും. സൗണ്ട്നെസ് ഇമ്പാർട്ട് ചെയ്യുന്ന ലൈമാണ്. എക്സസ് ആയി കഴിഞ്ഞാൽ അൺസൗണ്ട് ആയിപ്പോ വോളിയം ഒരുപാട് ചേഞ്ച് വരും.
നമുക്കത് യൂസ് ചെയ്യാൻ പിന്നെ പറ്റത്തില്ല, അതിന് ഡിഫക്ട്സ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എക്സസ് വന്നു കഴിഞ്ഞാൽ അൺസൗണ്ട് ആണ്, നമ്മുടെ സിമെന്റ് അൺസൗണ്ട് ആണ്. അൺസൗണ്ട് മീൻസ് വോളിയം അവിടെ ചേഞ്ച് ചെയ്യും. ആൻഡ് ഇറ്റ് കോസ്റ്റ് എക്സ്പാൻഡ് ആൻഡ് ഡിസിൻറ്റഗ്രേറ്റ്. വോളിയം ചേഞ്ച് എന്ന് പറഞ്ഞാൽ എക്സസ് ആവുന്ന വോളിയം ഒരുപാട് കൂടും. വോളിയം ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ എന്ത് പറ്റും? ഇപ്പൊ നമ്മൾ ആപ്ലിക്കേഷൻ പറയുന്നത്, ഇപ്പൊ നമ്മളൊരു സിമെന്റ് യൂസ് ചെയ്ത് ഏതെങ്കിലും കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തു. ഇപ്പൊ ബ്രിക്കിനകത്ത് സിമെന്റ് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് ആ സിമെന്റ്. ആക്ച്വലി നമ്മൾ പ്ലാസ്റ്റർ ചെയ്ത സിമെന്റിനകത്തോ നമ്മൾ യൂസ് ചെയ്ത സിമെന്റിനകത്തോ ലൈം കണ്ടന്റ് എക്സസ് ഉണ്ടെങ്കിൽ അത് ഗ്രാജുവലി എന്തോ പറ്റും, അവിടെ ലൈം കണ്ടന്റ് എക്സസ് ആയതുകൊണ്ട് അതെന്തോ പറ്റും, വോളിയം ഇൻക്രീസ് ചെയ്യും. അപ്പൊ വോളിയം ഇൻക്രീസ് ചെയ്യുമ്പോഴത്തേക്കും അവിടുന്ന് പൊടിഞ്ഞങ്ങ് വീഴും. അപ്പൊ അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. ആ ഒരു പോർഷൻ എക്സ്പാൻഡ് ചെയ്തിട്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. അതാണ് ആക്ച്വലി ഫംഗ്ഷൻ, അതിന്റെ എക്സസ് വന്നാലുള്ള ഡിഫക്റ്റ്. ഓക്കെ, ക്ലിയർ ആണോ? ലൈമിന്റെ എക്സസ് കാണാതെ പഠിച്ചു വെക്കലും മനസ്സിലാക്കി തന്നെ പോണം. ലൈം എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ് സൗണ്ട്നെസ്. എക്സസ് ലൈം ഉണ്ടാവുകയാണെങ്കിൽ സിമെന്റ് അൺസൗണ്ട് ആവും. അൺസൗണ്ട് മീൻസ് അത് എക്സ്പാൻഡ് ചെയ്ത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യും. നമ്മളുടെ സ്ട്രക്ചറിന്റെ കാര്യമാണ് ഈ പറയുന്നത്. ഓക്കെ, ഇനി ലൈം ഡെഫിഷ്യൻസി. ലൈമിന് നമ്മൾ കുറച്ച് ആ സിമെന്റ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? സ്ട്രെങ്ത് റിഡ്യൂസ് ചെയ്യും. നമുക്ക് കറക്റ്റ് ആണെങ്കിൽ സ്ട്രെങ്ത് കിട്ടും, കുറയുവാണെങ്കിൽ സ്ട്രെങ്ത് അവിടെ റിഡ്യൂസ് ചെയ്യും. പിന്നെ ഇറ്റ് കോസ് ഇറ്റ് സെറ്റ് ക്വിക്ലി, പെട്ടെന്ന് സെറ്റ് ആയിപ്പോകും. നമ്മൾ സിമെന്റ് നമ്മൾ മിക്സ് ചെയ്ത ഉടനെ നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്യാനുള്ള ടൈം ഒന്നും കിട്ടത്തില്ല. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും കാര്യം കൊണ്ട് ആ ഒരു സിമെന്റ് എടുത്ത് പ്ലേസ് ചെയ്യാനുള്ള സമയം കൂടി പോവുകയാണെങ്കിൽ ആ ഒരു നമ്മൾ എന്താ മിക്സ് ചെയ്ത സിമെന്റ് അവിടെ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനത്തെയും കുറെ എന്താ ഡ്രോമെറിറ്റ്സ് വരുന്നുണ്ട്. അപ്പൊ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് സ്ട്രെങ്ത് റിഡ്യൂസ് ചെയ്യും, പിന്നെ അത് പെട്ടെന്ന് സെറ്റ് ചെയ്യും, സെറ്റ് ക്വിക്ലി അല്ലെങ്കിൽ ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം. സോറി, സെറ്റ് ക്വിക്ലി തന്നെ കേട്ടോ, വേറെ ഒന്നും വേണ്ട, സെറ്റ് ക്വിക്ലി. അടുത്ത് നോക്കിയേ, ഇനി സിലിക്കയുടെ ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഇമ്പാർട്ട് സ്ട്രെങ്ത്. സൗണ്ട്നെസ് സിലിക്ക ഒന്നും നമ്മൾ സിലിക്ക സൗണ്ട്നെസ്സുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. അത് സിലിക്ക ചെയ്യുന്നത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. ഇനി ഇത് എക്സസ് ആവുകയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസസ് ദ സ്ട്രെങ്ത് ഓഫ് സിമെന്റ്. സിലിക്ക എക്സസ് ആവുകയാണെങ്കിൽ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യും, ബട്ട് ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ് ഇൻക്രീസ് ചെയ്യുക പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? സെറ്റിംഗ് ടൈം കൂടുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ? പെട്ടെന്ന് സെറ്റ് ചെയ്യുവോ പെതുക്കെ സെറ്റ് ചെയ്യുവോ? സിമെന്റ് പഠിക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലെയാണ്. ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ അതൊന്ന് ചിന്തിക്കുക. സെറ്റിംഗ് ടൈം കൂട്ടും, സെറ്റിംഗ് ടൈം കുറയ്ക്കും, അങ്ങനെയൊക്കെ പറഞ്ഞാല് ടൈം അതെങ്ങനെ സ്ലോ ആയിട്ട് സെറ്റ് ചെയ്യുവോ ഫാസ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യുവോ? സെറ്റിംഗ് ടൈം, ഇൻക്രീസ് ദ സെറ്റിംഗ് ടൈം. സെറ്റിംഗ് ടൈം കൂട്ടും. സെറ്റിംഗ് ടൈം കൂട്ടും എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സെറ്റ് ചെയ്യുവോ? സെറ്റിംഗ് ടൈം കൂട്ടുക എന്ന് പറഞ്ഞാൽ എന്താ? പെതുക്കിയ തൊടല്ലയോ? സെറ്റ് ജോലി പെതുക്കെ സെറ്റ് ചെയ്യുന്നോണ്ടല്ലേ ടൈം കൂടുന്നേ. അത് സെറ്റ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. പെതുക്കെ ആ ഒരു സിമെന്റ് അവിടെ സെറ്റ് ചെയ്യത്തുള്ളൂ. ബട്ട് ഇവിടെ നോക്കിയേ, ലൈമിന്റെ ഡെഫിഷ്യൻസിക്കകത്ത് പറഞ്ഞ എന്താ? ലൈമിന്റെ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് പെട്ടെന്ന് സെറ്റ് ചെയ്യിക്കും, സെറ്റ് ക്വിക്കിൽ. ലൈം കുറവാണെങ്കിൽ പെട്ടെന്ന് അവിടെ സെറ്റ് ആവും. പക്ഷെ സിലിക്ക എക്സസ് ആവുകയാണെങ്കിൽ അവിടെ സെറ്റിംഗ് ടൈം അവിടെ കൂടുതലായിരിക്കും. ദാറ്റ് ഈസ് പെതുക്കെ, സെറ്റ് സ്ലോലി ആണ് അവിടെ നടക്കുന്നത്. ഓക്കെ, പിന്നെ സിലിക്കയുടെ ഡെഫിഷ്യൻസി വലുതായിട്ടൊന്നും എങ്ങും പറയുന്നില്ല, അതങ്ങനെ ചോദിക്കത്തില്ല വലുതായിട്ട്. സ്ട്രെങ്ത് അത് കുറവാണെങ്കിൽ സ്ട്രെങ്ത് കുറയും. സിലിക്കയുടെ ഡെഫിഷ്യൻസി കുറവാണെങ്കിൽ അവിടുത്തെ സ്ട്രെങ്ത് കുറയും. സിലിക്കയുടെ കണ്ടന്റ് കൂടുവാണെങ്കിൽ സ്ട്രെങ്ത് കൂടും. ഓക്കെ, സ്ട്രെങ്ത് അവിടെ കുറയത്തില്ല. സിലിക്ക എക്സസ് ആവുകയാണെങ്കിൽ സ്ട്രെങ്ത് കൂടും, ബട്ട് സെറ്റിംഗ് ടൈം അവിടെ കൂട്ടും. സെറ്റിംഗ് ടൈം കൂട്ടുവാന്ന് വിചാരിച്ച പെതുക്കി അവിടെ സെറ്റ് ചെയ്യത്തുള്ളൂ. അപ്പൊ ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആണ്, ശ്രദ്ധിക്കുക. ലൈം എന്ന് പറയുന്ന സ്ട്രെങ്തും ഇമ്പാർട്ട് ചെയ്യും, സിലിക്ക സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യും. ലൈം എന്ന് പറയുന്നത് സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യും. എക്സസ് ലൈം ആണ് അൺസൗണ്ട് ആവും. ഡെഫിഷ്യൻസി ആണെങ്കിൽ സ്ട്രെങ്ത് അവിടെ റിഡ്യൂസ് ചെയ്യും, പെട്ടെന്ന് സെറ്റ് ചെയ്യും. ഇത്തരം കാര്യങ്ങൾ ഇവിടെ നോട്ട് ചെയ്യുക. ഇനി മൂന്നാമത്തെയാണ് അലൂമിന. അലൂമിന എന്ന് പറയുന്നത് 3 to 8% അല്ലെങ്കിൽ നമ്മൾ നോർമൽ ആയിട്ട് 6% എന്നും പറയും. ഇനി നോക്കിയേ, അലൂമിനയുടെ ഫംഗ്ഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ഇമ്പാർട്ട് ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി. ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് സെറ്റ് ചെയ്യിക്കുമ്പോൾ സെറ്റിംഗ് ടൈം കൂടുവോ കുറയുവോ? ക്വിക്ക് സെറ്റിംഗ് ആണെങ്കിൽ സെറ്റിംഗ് ടൈം കൂടുവോ കുറയുവോ?
കുറയും. സെറ്റിംഗ് ടൈം കുറയും കേട്ടോ. ടൈം വെച്ച് നോക്കണേ. ക്വിക്ക് സെറ്റിംഗ് ആണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യാം. അപ്പൊ സെറ്റിങ്ങിന് എടുക്കാനുള്ള സമയം അവിടെ ഒരുപാട് വേണ്ട. അവിടെ ക്വിക്ക് സെറ്റിംഗ് നടക്കുന്നത് കൊണ്ട് ടൈം കുറച്ചും മതി. സെറ്റിംഗ് ടൈം അവിടെ കുറവായിരിക്കും. അതാണ് അലൂമിനയുടെ ഫംഗ്ഷൻ. എങ്കിൽ അതുകൊണ്ട് അലൂമിന ഒരുപാട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. അലൂമിന അതുകൊണ്ടാണ് കുറച്ച് ലിമിറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി അലൂമിനയുടെ വേറെ റിഡ്യൂസ് ദ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ ഇഫ് ഇറ്റ് ഇൻ എക്സസ് വീക്കൻസ് ദ സിമെന്റ്. അലൂമിന കൂടുവാണെങ്കിൽ സിമെന്റ് വീക്ക് ആയി പോകും. കാരണം പെട്ടെന്ന് അലൂമിന കൂടുവാണെങ്കിൽ പെട്ടെന്ന് സെറ്റ് ചെയ്യുമോ? ഓക്കെയാണോ? അലൂമിനയുടെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ? ക്വിക്ക് സെറ്റിംഗ് പ്രോപ്പർട്ടി ആണ്. പെട്ടെന്ന് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് അലൂമിന. അലൂമിന എക്സ്ട്രാ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്ത് പറ്റും? ഒരു സിമെന്റ് പെട്ടെന്ന് അവിടെ സെറ്റ് ആവത്തില്ലയോ? പെട്ടെന്ന് സെറ്റ് ആവുകയാണെങ്കിൽ നമുക്ക് നല്ല സ്ട്രെങ്ത് അവിടെ കിട്ടത്തില്ല. എല്ലാ കാര്യങ്ങളും പെതുക്കെ പെതുക്കെ നടന്നെങ്കിൽ മാത്രമേ നമുക്ക് മാക്സിമം സ്ട്രെങ്ത് അവിടെ അറ്റൈൻ ചെയ്യാൻ പറ്റൂ. പെട്ടെന്ന് നമ്മളൊരു കാര്യം കൂട്ടുക എന്ന് പറഞ്ഞാല് അവിടുത്തെ സ്ട്രെങ്തിനെ അത് അഫക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ സിമെന്റ് അവിടെ വീക്കാവും. അലൂമിനയുടെ കണ്ടന്റ് കൂട്ടിക്കഴിഞ്ഞാൽ സിമെന്റ് വീക്ക് ആയി പോകും. സിമെന്റ് സ്ട്രെങ്ത് ആവും, ബട്ട് അല്ല സിമെന്റ് സെറ്റ് ആവും, ബട്ട് അത് സ്ട്രെങ്ത് അവിടെ ഒരുപാട് കുറയത്തില്ല. ഏതൊരു കാര്യം നമ്മൾ ഗ്രാജുവൽ ആയിട്ട് പെതിയെ പെയ്യെ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടൂ. ആ ഒരു രീതിയിൽ ചിന്തിച്ചാൽ മതി. അലൂമിന കൂട്ടിക്കഴിഞ്ഞാൽ എല്ലാം പെട്ടെന്ന് കൂടും. അല്ല അലൂമിന കൂട്ടാൻ സെറ്റിംഗ് ടൈം പോലെ സെറ്റിംഗ് പെട്ടെന്ന് നടക്കും, ബട്ട് അവിടെ സിമെന്റ് വീക്കാവും. ഇനി അലൂമിനയുടെ വേറൊരു ഫംഗ്ഷൻ ആണ് ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ. ഈ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ എന്താ? റിഡ്യൂസ് ദ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ. ക്ലിങ്കേഴ്സ് ഫോം ചെയ്യുന്ന ഒരു കാൽസിനേഷൻ നടന്ന അവിടെ ക്ലിങ്കേഴ്സിന്റെ ആ ഒരു ടെമ്പറേച്ചർ അവിടെ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. അലൂമിന കറക്റ്റ് പ്രൊപ്പോർഷൻ എടുക്കുകയാണെങ്കിൽ ഒരുപാട് ടെമ്പറേച്ചർ അവിടെ കൊടുക്കണ്ട. ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് അലൂമിനയാണ്. ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ ഒരുപാട് ചോദിച്ചു കണ്ടിട്ടില്ല, എങ്കിലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം എങ്ങനെ വേണേലും ചോദിക്കാം. അപ്പൊ ഈ ഓരോ കാര്യങ്ങളും സിമെന്റ് ആണ് പഠിക്കുന്നതെന്നും കൂടെ മനസ്സിലാക്കുക. ബ്രിക്ക് വരുമ്പോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു വരും. അതുകൊണ്ട് ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കാര്യം നല്ല മനസ്സിലാക്കി പഠിച്ചു കഴിയുമ്പോൾ അങ്ങോട്ട് വരുമ്പോൾ നമുക്കത് കറക്റ്റ് കണക്ട് ചെയ്യാം. എല്ലാം കൂടെ അവസാനം വായിക്കാനും നിൽക്കരുത്. ഇനി ജിപ്സം നേരത്തെ പറഞ്ഞു, ജിപ്സം എന്ന് പറയുന്നത് 3 to 4% ആണ്. അത് ഏത് രീതിയിലാണ്? കാൽഷ്യം സൾഫേറ്റ്. നോക്കേ, കാൽഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ ഏതാ? ജിപ്സം എന്ന് പറഞ്ഞാൽ കാൽഷ്യം സൾഫേറ്റിന്റെ ഫോമിലാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു സൾഫേറ്റ് റെസിസ്റ്റിംഗ് സിമെന്റ് ആണ് നമുക്ക് വേണ്ടത്. ഈ സൾഫേറ്റിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സൾഫേറ്റും സൗണ്ട്നെസ് അവിടെ അഫക്ട് ചെയ്യുന്ന ഒരു കണ്ടന്റ് ആണ്. ലൈമും മഗ്നീഷ്യയും സൾഫേറ്റും സൗണ്ട്നെസ്സിനെ അഫക്ട് അല്ലെ വോളിയത്തിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാൽഷ്യം സൾഫേറ്റിനകത്ത് അല്ലെങ്കിൽ ജിപ്സത്തിനകത്ത് സൾഫേറ്റ് കണ്ടന്റ് ഉണ്ട്. സൾഫേറ്റ് കണ്ടന്റ് ഉള്ളത് കൊണ്ട് ഒരുപാട് ജിപ്സം കൂടി കഴിഞ്ഞാൽ അവിടെ സൾഫറിന്റെ കണ്ടന്റ് കൂടും. സൾഫറിന്റെ കണ്ടന്റ് കൂടി കഴിഞ്ഞാൽ അവിടെ ഒരു വോളിയം ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ അതാ ജനറലി പറയുന്നത് ജിപ്സത്തിന്റെ ഒരു 3 to 4 നിർത്താവുള്ളൂ, അല്ലെ 3 നിർത്താവുള്ളൂ എന്നാണ് ജനറലി പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ് ഞാൻ 4 കാണിക്കാനുള്ള റീസൺ എന്ന് പറഞ്ഞാല്. ഓക്കെ, അപ്പം കാൽസ്യം സൾഫേറ്റ് ആണ് ജിപ്സം. അപ്പൊ ജിപ്സം അതുകൊണ്ട് സൾഫറിന്റെ കണ്ടന്റ് ഒരുപാട് ഉള്ളത് കൊണ്ട് ജിപ്സം നമുക്ക് ലിമിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇനി എന്തിനാ യൂസ് ചെയ്യുന്നത്? യൂസ്ഡ് ഇൻ ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഓഫ് സിമെന്റ്. ടു ഇൻക്രീസ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അതിന്റെ ആ ഒരു പ്രോസസ്സ് നടക്കുന്ന നമ്മൾ അത് മിക്സ് ചെയ്യുന്നതും അത് പ്ലേസ് ചെയ്യുന്നതൊക്കെ സമയത്തിനകത്ത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കുറച്ച് കൂട്ടാൻ എന്ന് വെച്ചാൽ നമുക്കൊരു വർക്കബിലിറ്റിക്കുള്ള സ്പേസ് അല്ല, നമുക്കത് വർക്ക് ചെയ്യാനുള്ള ആ ഒരു ടൈം ഒക്കെ അവിടെ കിട്ടണം. അല്ലാതെ പെട്ടെന്ന് സെറ്റ് ആവരുത്. അതുകൊണ്ട് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം, ഇനീഷ്യലോ ഉള്ള ഫൈനലിന്റെ കാര്യമല്ല ജിപ്സം പറയുന്നത്. ഇനീഷ്യൽ സെറ്റിംഗ് ടൈം കൂട്ടാനാണ് നമ്മൾ ഏത് ആഡ് ചെയ്യുന്നത്? ജിപ്സം ആഡ് ചെയ്യുന്നത്. ഓക്കെ, ജിപ്സം ഇത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. പിന്നെ എവിടെ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു, മിക്സിങ്ങിന്റെ സമയത്താണ് ജിപ്സം നമ്മൾ ആഡ് ചെയ്യുന്നത്. ഇനി അയൺ ഓക്സൈഡ്. അയൺ ഓക്സൈഡും ജിപ്സം ഏകദേശം ഒരേ ലെവലാണ്, 3 to 4% ആണ്. ആദ്യം പറഞ്ഞ അയൺ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ കളർ ഇമ്പാർട്ട് ചെയ്യുന്നുണ്ട്, ഇമ്പാർട്ട് കളർ. ഇനി സ്ട്രെങ്ത് ചെയ്യുന്നുണ്ട്, ഹാർഡ്നെസ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇച്ചിരി ഉള്ളെങ്കിൽ അത് അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഒക്കെ നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും. സ്ട്രെങ്ത് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും, ഹാർഡ്നെസ്സിന് ഹെൽപ്പ് ചെയ്യും, അതിനെല്ലാം അയൺ ഓക്സൈഡ് ഹെൽപ്പ് ചെയ്യും. ഇനി ഇവിടെ അയൺ ഓക്സൈഡിന്റെ മെയിൻ ഫംഗ്ഷൻ നമ്മൾ സിമെന്റ് യൂസ് ചെയ്യുന്നത് കളറിന് വേണ്ടിയല്ല. ഇറ്റ് ഇൻഡ്യൂസസ് ദ റെഡിഷ് ബ്രൗൺ ടിന്റ് ടു ദി സിമെന്റ്. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു. ഇനി നോക്കിയേ, ഇതാണ്ട് ഈ പോയിന്റ് ആണ് ഇമ്പോർട്ടന്റ്. ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു ഫ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്. എന്താ? ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽ. നമ്മൾ ലൈമും സിലിക്കയും ഇതെല്ലാം അലൂമിന ഇതെല്ലാം ആഡ് ചെയ്യുന്നതിന്റെ ഫ്യൂഷൻ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ? ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ? പറഞ്ഞോ? അയൺ ഓക്സൈഡ്. മാറരുത്, അയൺ ഓക്സൈഡ്. നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും.
ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു പോയിന്റ് ആണ് അയൺ ഓക്സൈഡിന്റെ. നമ്മൾ കളർ നോക്കിയിട്ട് അങ്ങ് വിടും, കളർ ഇമ്പാർട്ട് ചെയ്യും, ഓക്കെ അത് ശരിയാണ്. ബട്ട് സിമെന്റിന്റെ കേസിനകത്ത് റോ മെറ്റീരിയൽസിനെ ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഏത്? അയൺ ഓക്സൈഡ്. അതുപോലെ അലൂമിനിയയുടെ ഫംഗ്ഷൻ പറഞ്ഞ എന്താ? അലൂമിനിയം എന്ത് ഹെൽപ്പ് ചെയ്യും? ഇൻക്രീസ് ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ കൂട്ടുവാണോ കുറയ്ക്കുവാണോ? alumina is reduce the clinkering temperature. ഓക്കെ, ഇന്ന് ഒരു തവണയും കൂടെ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കാണണം. ഇന്നും കൊണ്ട് സിമെന്റ് തീർക്കുന്നില്ല, നാളെയും കൂടെ സിമെന്റ് എടുത്തിട്ട് കംപ്ലീറ്റ് ചെയ്ത് ക്വസ്റ്റ്യനും കൂടെ വർക്ക്ഔട്ട് ചെയ്യാം. ധൃതി പിടിച്ചാൽ നമ്മളുടെ കയ്യിൽ നിന്ന് നമുക്ക് പഠിക്കാൻ നല്ലതുപോലെ പറ്റത്തില്ല. അപ്പൊ കറക്റ്റ് ഇത്രയും കാര്യം കോൺസ്റ്റിറ്റ്യുവൻസിന്റെ ഫംഗ്ഷൻസ് നല്ല രീതിയിൽ പഠിക്കണം. അലൂമിന ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ റിഡ്യൂസ് ചെയ്യും, ക്വിക്ക് സെറ്റിംഗ് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ ജിപ്സം ഓൾറെഡി നമ്മൾ പറഞ്ഞു, ടു ഇൻക്രീസ് ദ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം. അയൺ ഓക്സൈഡ് കളർ ഇമ്പാർട്ട് ചെയ്യും. പിന്നെ എക്സ്ട്രാ നമ്മൾ നോട്ട് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഹെൽപ്സ് ടു ഫ്യൂഷൻ ഓഫ് റോ മെറ്റീരിയൽ ഡ്യൂറിംഗ് ദ മാനുഫാക്ചറിങ് ഓഫ് സിമെന്റ്. ഓക്കെ, ഇനി മഗ്നീഷ്യ ഇമ്പാർട്ട് സ്ട്രെങ്ത് ആൻഡ് കളർ ഓഫ് സിമെന്റ്. യെല്ലോയിഷ് ടിന്റ് കളറാണ് ഏത് പ്രൊവൈഡ് ചെയ്യുന്നത്? മഗ്നീഷ്യ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി നേരത്തെ പറഞ്ഞു സൗണ്ട്നെസ് ഏതൊക്കെയായിട്ട് ഏതെല്ലാം സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യുന്നേ? ഫസ്റ്റ് വൺ ലൈം കൂടാതെ എന്തൊക്കെയാന്നാ പറഞ്ഞേ? ലൈം കൂടാതെ സൾഫേറ്റും പറഞ്ഞു. പിന്നെന്താ? മഗ്നീഷ്യയും ഞാൻ പറഞ്ഞില്ലയോ? മഗ്നീഷ്യ എക്സസ് മേക്സ് ദ സിമെന്റ് അൺസൗണ്ട്. അപ്പൊ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് ഒരുപാട് കൂട്ടരുത്, സിമെന്റ് അൺസൗണ്ട് ചെയ്ത് എന്താന്ന് പറഞ്ഞു? അത് എക്സ്പാൻഡ് ചെയ്ത് ഡിസിന്റഗ്രേറ്റ് ആയിപ്പോകും. അപ്പൊ സൾഫർ നമുക്ക് ഈ സൗണ്ട്നെസ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റിനകത്ത് ആകെ നമുക്ക് ടെസ്റ്റ് മഗ്നീഷ്യയുടെ ടെസ്റ്റും പിന്നെ മഗ്നീഷ്യത്തിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനും ലൈമിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനേ ഉള്ളൂ. സൾഫേറ്റിന്റെ കണ്ടന്റ് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റ് ഒന്നും നമുക്ക് അവൈലബിൾ അല്ല, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനില്ല. അപ്പൊ അതും കൂടെ നോട്ട് ചെയ്യുക. 3 എണ്ണമാണ് സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യുന്ന ഹെൽപ്പ് ചെയ്യുന്നത്. അത് രണ്ടും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് അതിന്റെ എഫക്ട്. ലൈം, സൾഫേറ്റ്സ് ആൻഡ് മഗ്നീഷ്യ. ഓക്കെ, എക്സസ് മഗ്നീഷ്യ ഉണ്ടെങ്കിൽ സിമെന്റ് അൺസൗണ്ട്. ഇനി സൾഫർ, ഇറ്റ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ഇമ്പാർട്ടിംഗ് സൗണ്ട്നെസ്. ഓക്കെ ആണല്ലോ, സൾഫർ അത് മാത്രമേ ഉള്ളൂ. പിന്നെ നോട്ട് ചെയ്യേണ്ട ഇപ്പൊ പറഞ്ഞതുപോലെ സൗണ്ട്നെസ് ഡ്യൂ ടു ലൈം ആൻഡ് മഗ്നീഷ്യ ക്യാൻ ബി മെഷർഡ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സൗണ്ട്നെസ് ഡ്യൂ ടു ലൈമും മഗ്നീഷ്യ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, അല്ലെ മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് നോ ടെസ്റ്റ് ഈസ് അവൈലബിൾ ടു മെഷർ ദ സൗണ്ട്നെസ് ഡ്യൂ ടു സൾഫർ. സൾഫർ മൂലം ഉണ്ടാവുന്ന സൗണ്ട്നെസ് നമുക്ക് മെഷർ ചെയ്യാനുള്ള കാരണം എന്തെങ്കിലും ഇപ്പൊ ലേച്ചാട്ടിൽ ഏതെങ്കിലും അപ്പാരറ്റസ് സൗണ്ട്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഏതൊക്കെ യൂസ് ചെയ്യുന്നു പറഞ്ഞാലും നമുക്ക് മെത്തേഡ്സ് ഇപ്പൊ അവൈലബിൾ അല്ല. ഏത്? സൾഫറിന്റെ മൂലമുള്ള സൗണ്ട്നെസ് മെഷർ ചെയ്യാനുള്ള മെത്തേഡ്സ് അവൈലബിൾ അല്ല. മഗ്നീഷ്യം കണ്ടുപിടിക്കാം, ലൈമും കാൽക്കുലേറ്റ്. ഇനി ആൽക്കലീസ് നമുക്കുണ്ട്. ആൽക്കലീസ് എക്സസ് വന്നാൽ എന്ത് പറ്റും? അത് എപ്പോഴും എല്ലാവർക്കും അറിയുന്നതാണ്. ആൽക്കലീസ് സിമെന്റിനകത്ത് എക്സസ് വന്നാൽ എന്ത് പറ്റും? എന്നിട്ടൊരു വൈറ്റ് സ്പോട്ട് കണ്ടില്ലേ ഇതിനകത്ത്? നമ്മുടെ സർഫസിനകത്ത് ഒരുമാതിരി വൈറ്റ് ഡെപ്പോസിറ്റ് കണ്ടു. ഇതെന്ന് പറഞ്ഞ ഈ പ്രോസസ്സിന് പറയുന്ന പേരെന്താ? ഈ ഫിനോമിന് പറയുന്ന പേരെന്താ? സർഫസിനകത്ത് അഫ്ലോറസെൻസിന് കാരണം എന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആൽക്കലീസ്. Presence of alkalis cause efflorescence and staining of the structure. സർഫസിനകത്ത് വൈറ്റ് ഡെപ്പോസിറ്റ് കാണുന്നതിന് പറയുന്ന പേരാണ് എഫ്ലോറസെൻസ്. എഫ്ലോറസെൻസും പിന്നെ നമ്മൾ കോൺക്രീറ്റ് പഠിക്കുമ്പോൾ ഇൻ ഡെപ്തിൽ ഓരോന്നും നമ്മൾ പഠിക്കും. അപ്പൊ ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കേണ്ട പോയിന്റ് ആണ്. ആൽക്കലീസ് എക്സസ് ആവുകയാണെങ്കിൽ സെയിം തന്നെ ആൽക്കലീസ് ബ്രിക്കിലും എക്സസ് ആവുകയാണെങ്കിൽ അവിടെ എഫ്ലോറസെൻസ് കാണാം. ഇപ്പൊ ഇത്രയും പ്രോപ്പർട്ടീസ് ഓക്കെ ആണോ? കോൺസ്റ്റിറ്റ്യുവൻസ് ഓക്കെ ആണോ? സിമെന്റിന്റെ കോൺസ്റ്റിറ്റ്യുവൻസ് എല്ലാം ഓക്കെ ആണോ? ലൈം എന്ന് പറയുന്നത് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും, സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യും, സിലിക്ക സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യും. സിലിക്ക കണ്ടന്റ് കൂടുവാണെങ്കിൽ എന്ത് പറ്റും? എക്സസ് സിലിക്ക കണ്ടന്റ് കൂടുവാണെങ്കിൽ പെതുക്കെ സെറ്റ് എന്തെങ്കിലും ഒരു പഠിച്ചു വെച്ചിരിക്കുക കേട്ടോ. പെതുക്കെ സ്ലോ ആവത്തോളൂ, അല്ലെങ്കിൽ സെറ്റിംഗ് ഇൻക്രീസ് രണ്ടും കൂടെ പഠിക്കണമെന്നില്ല. പെതുക്കെ സെറ്റ് ആവത്തോളൂ. പിന്നെ അലൂമിന കണ്ടന്റിന്റെ കാര്യം പറഞ്ഞു. അലൂമിന എന്ന് പറയുന്നത് ഏതൊക്കെയാ പറഞ്ഞേ? ഒന്നെന്ന് പറഞ്ഞാൽ നമ്മളുടെ ക്ലിങ്കറിംഗ് ടെമ്പറേച്ചർ, പിന്നെ സെറ്റിംഗ് പെട്ടെന്ന് ക്വിക്ക് സെറ്റിംഗ് ആണ് അലൂമിന ചെയ്യുന്നത്. ഓക്കെ, ജിപ്സം എന്ന് പറയുന്നത് ഇനീഷ്യൽ സെറ്റിംഗ് ടൈം ഇൻക്രീസ് ചെയ്യിക്കാൻ ഹെൽപ്പ് ചെയ്യും. അയൺ ഓക്സൈഡ് ഫ്യൂഷന് ഹെൽപ്പ് ചെയ്യും. മഗ്നീഷ്യയും സൾഫറും എല്ലാം സൗണ്ട്നെസ് പ്രൊവൈഡ് ചെയ്യും. ഓക്കെ, പിന്നെ മഗ്നീഷ്യ സ്ട്രെങ്ത് ഹാർഡൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ ഇതെല്ലാം സൗണ്ട്നെസ്സിന് അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിന്റെ എക്സസ് ഒക്കെ വന്നാൽ.
ആൽക്കലീസ് കൂടിക്കഴിഞ്ഞാൽ എഫ്ലോറസെൻസിന് കാരണമാകും. ഓക്കെ, അപ്പൊ ഇത്രയാണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂൻസ്. ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ടോപ്പിക് ആണ്. നോക്കിയേ, ക്ലിങ്കർ കോമ്പോസിഷൻ. ക്ലിങ്കർ കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ട്, ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്, ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ്, ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ്. ഞാൻ മാക്സിമം ഇത് നല്ല ഡെപ്ത് പറഞ്ഞ് ഇന്ന് നിർത്താൻ കാര്യം ഇതിൽ നിന്ന് നല്ല രീതിയിൽ മനസ്സിലാക്കണം. തിരിച്ചും മറിച്ചും ക്വസ്റ്റ്യൻസ് വരും. നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി ഇത് എന്തൊക്കെയാന്ന് പറഞ്ഞാൽ ഈ കോമ്പൗണ്ട്സിന് പറയുന്ന പേരെന്താ? നിങ്ങൾ പഠിച്ചിട്ടുള്ളല്ലോ ഈ കോമ്പൗണ്ട്സിന് പറയുന്ന ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് പറയുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട്. ബോക്സ് കോമ്പൗണ്ട് നമ്മൾ എപ്പോഴും ജനറൽ ആയിട്ട് പറയുന്നത് എങ്ങനെയാ? സിമെന്റും വാട്ടറും കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന കോമ്പൗണ്ട്സിന് പറയുന്ന പേരാണ് ബോക്സ് കോമ്പൗണ്ട് എന്നാണല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നേ? ആണോ? അല്ലയോ? ഓർമ്മയുണ്ടോ? ബോക്സ് കോമ്പൗണ്ട് എന്ന് പേരേലും കേട്ടിട്ടുണ്ടോ എല്ലാരും? ബോക്സ് കോമ്പൗണ്ട് ആക്ച്വലി ബോക്സ് കോമ്പൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് when the raw material fuse in kin. എന്ന് വെച്ചാൽ ഫ്യൂസ് നടക്കുന്ന എപ്പോൾ ഏതിന്റെ ഹെൽപ്പോട് കൂടെ ഫ്യൂസ് നടക്കുന്നേ? റോ മെറ്റീരിയൽ ഫ്യൂസ് ചെയ്യുന്ന ഏതിന്റെ ഹെൽപ്പോട് കൂടാ? ഓർത്തോ? ഇപ്പൊ പറഞ്ഞത് അയൺ ഓക്സൈഡ് ആണ്. അപ്പൊ ആക്ച്വലി ഈ കോമ്പൗണ്ട്സ്, ഈ ബോക്സ് കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നത് എവിടാ? ഈ ഒരു അയൺ ഓക്സൈഡ് അല്ല, റോ മെറ്റീരിയൽസ് ഫ്യൂസ് ചെയ്യുമ്പോഴാണ് ഏത് ഫോം ചെയ്യുന്നത്? ഈ കോമ്പൗണ്ട്സ്, ബോക്സ് കോമ്പൗണ്ട്സ് നമുക്ക് ഫോം ചെയ്യുന്നത്. നമ്മൾ ചിലടത്ത് വാട്ടറുമായിട്ട് ആഡ് ചെയ്യുമ്പോഴും ഫോം ചെയ്യുന്നത്. അത് ആക്ച്വലി വാട്ടറായിട്ട് ആഡ് ചെയ്യുമ്പോൾ ഈ കോമ്പൗണ്ട്സിനകത്ത് റിയാക്ഷൻസ് നടക്കും. റിയാക്ഷൻസ് നടന്ന് ജെല്ലൊക്കെ ഫോം ചെയ്യുന്നത്. അതാണ് ആക്ച്വലി നടക്കുന്ന പ്രോസസ്സ്. ഈ കോമ്പൗണ്ട്സ് നമുക്ക് കിട്ടുന്നത് എപ്പോഴാ? റോ മെറ്റീരിയൽസ് ഫ്യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫോംസ് ആണ് ബോക്സ് കോമ്പൗണ്ട്സ്. അല്ല, അതിന്റെ ബൈ പ്രൊഡക്റ്റ് ആണ് ബോക്സ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാല്. പിന്നെ ഈ സിമെന്റിനകത്ത് നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ ഹൈഡ്രേഷൻ നടക്കും. ഹൈഡ്രേഷൻ നടക്കുമ്പോൾ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. അപ്പൊ കെമിക്കൽ റിയാക്ഷൻസിന് ഹെൽപ്പായിട്ട് നിൽക്കുന്ന ഈ ഒരു കോമ്പൗണ്ട്സ് ആണ് ബോക്സ് കോമ്പൗണ്ട്സ്. മൂലമാണ് അവിടെ കെമിക്കൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ റിയാക്ട് ചെയ്തിട്ട് കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ ചേഞ്ച് ചെയ്തിട്ട് ജെല്ലൊക്കെ ഫോം ചെയ്യും. ഈ ജെല്ലൊക്കെയാണ് നമ്മുടെ സ്ട്രെങ്ത് കൂട്ടുന്ന കുറയ്ക്കുന്ന അതൊക്കെ ഈ ജെല്ലി എത്രമാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന അതിന്റെ കാരണങ്ങൾ. ഓക്കെ, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കിട്ടും എങ്ങനെയാണ് ഈ ഒരു കോമ്പൗണ്ട്. ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത് റോ മെറ്റീരിയൽസ് ഫ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അയൺ ഓക്സൈഡ് ആണ്. ആ ഫ്യൂസ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ് ബോക്സ് കോമ്പൗണ്ട്സ് ഉണ്ടാവുന്നത്. ദെൻ നമ്മുടെ സിമെന്റിനകത്ത് ഇപ്പൊ ബോക്സ് കോമ്പൗണ്ട്സ് ഒക്കെ ഉണ്ട്. നമ്മൾ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും ഈ ബോക്സ് കോമ്പൗണ്ട്സ് ഒക്കെ ഒന്ന് കെമിക്കൽ റിയാക്ഷൻസ് ഒക്കെ നടന്ന് ജെൽസ് ഫോം ചെയ്യും. ആ ജെല്ലിന്റെ കണ്ടന്റ് ആണ് ഏത് സ്ട്രെങ്ത് കൂട്ടുന്നതും കുറയ്ക്കുന്നതും. ഇതാണ് ജനറൽ ആയിട്ട് പറഞ്ഞാൽ സിമെന്റ് നടക്കുന്ന പ്രോസസ്സ്. ഇനി ബോക്സ് കോമ്പൗണ്ട് എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യുന്നത് 1200 ഡിഗ്രി സെൽഷ്യസ് ഹീറ്റ് ചെയ്യും നമ്മൾ ജനറൽ ആയിട്ട്. എന്നിട്ട് പെതുക്കെ കൂൾ ചെയ്യും. ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി, അതൊന്നും വലുതായിട്ട് ചോദിക്കത്തില്ല. നോക്കിയേ, ഇനി കോമ്പൗണ്ട്സ് ഏതൊക്കെയാ നോക്കിയേ? ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്, ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്, ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ് ആൻഡ് ടെട്രാ കാൽഷ്യം അലൂമിനോഫെറേറ്റ്. ഈ എഴുതിയിരിക്കുന്ന ഒരു ഓർഡർ എന്ന് പറഞ്ഞാല് അതിന്റെ ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ കാണുന്നത് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് ഞാൻ 2 സ്ലൈഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. സെയിം കാര്യങ്ങൾ തന്നെയാണ്. ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ് എനിക്ക് വേറെ കിട്ടിയത് കൊണ്ട് ഇതും കൂടെ ആഡ് ചെയ്തതാണ്. ഏതെങ്കിലും പോയിന്റ്സ് ഇവിടെ മിസ് ആയിട്ടുണ്ടെങ്കിൽ അത് ഇവിടുന്ന് എടുക്കാൻ വേണ്ടി ഞാനൊന്ന് ആഡ് ചെയ്തേ കേട്ടോ. കാര്യങ്ങളെല്ലാം രണ്ടും ഒരേ കാര്യങ്ങളാണ് പറയുന്നത്. എങ്കിലും എനിക്ക് തോന്നി ഇതും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് മിസ് ആവരുതെന്നൊരു ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പൊ നോക്കിയേ, ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ റേഞ്ച് 40%. അപ്പൊ ആ ഒരു സിമെന്റിനകത്ത് ഏറ്റവും കൂടുതൽ കാണുന്നത് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണ്. അതിനെ നമ്മൾ സിമ്പിൾ ആയിട്ട് പറയുന്നത് C3. ട്രൈക്കാൽഷ്യം സിലിക്കേറ്റിന് S എന്ന് നമ്മൾ റെപ്രസെന്റ് ചെയ്യും. അപ്പൊ C3S. റേഞ്ച് പറയുവാണെങ്കിൽ 25 to 50%. ഓക്കെ, ആവറേജ് പറയുവാണ് 40%. ഏറ്റവും കൂടുതൽ കാണുന്ന ഏതാ? ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് വേറെ എലൈറ്റ് ഇതൊക്കെ ഈ പല ഓർഡർ നമുക്ക് പഠിക്കാം. ചിലപ്പോൾ നമുക്ക് ആദ്യം ഫോം ചെയ്യുന്ന രീതി പഠിക്കാം. ഇപ്പൊ ഇത്തരം കാര്യങ്ങൾ ഞാൻ ഈ സെക്ഷനിൽ പറയുന്നുണ്ട്. എല്ലാവരും ഒന്ന് ഇച്ചിരി ഒന്ന് മൈൻഡ് ഇതിനകത്തോട്ട് കൊടുക്കണം. ഇപ്പൊ ആദ്യം നമ്മൾക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആദ്യം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ അത് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് അല്ല. അതിന്റെ ഓർഡർ ആദ്യം ഫോം ചെയ്യുന്ന, രണ്ടാമത് ഫോം ചെയ്യുന്ന, മൂന്നാമത്, നാലാമത് അങ്ങനെയൊക്കെ ഫോം ചെയ്യുന്ന ഓർഡറിൽ എഴുതിയാലേ
നമുക്ക് ഈ പേര് കിട്ടത്തില്ല. എലൈറ്റ്, ബിലൈറ്റ്, സിലൈറ്റ്, ഫെലൈറ്റ്. ഇത് എ ബി സി എഫ് ഡി ഇല്ല കേട്ടോ, ഡി ഒന്നും ഇല്ല, എഫ് ആണ്. കാരണം ടെട്രാ കാൽഷ്യം അലൂമിനം ഫെറൈറ്റ്, ആ എഫിന് കറസ്പോണ്ടിങ് ഫെലൈറ്റ് എഫ് അവിടെ കൊടുത്തതാണ്. അപ്പൊ ഈ ഒരു ഓർഡർ കിട്ടണമെങ്കിൽ അതിന്റെ കണ്ടന്റ് വെച്ച് പഠിച്ചെങ്കിൽ എലൈറ്റ്, ബിലൈറ്റ്, സെലൈറ്റ് എന്നൊക്കെ നമുക്ക് ആ ഒരു പേരെടുക്കാൻ പറ്റും. ഈ പേരും ചോദിക്കാം. അപ്പൊ എല്ലാ കാര്യങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്നത് അതിന്റെ മാക്സിമം ക്വാണ്ടിറ്റി വെച്ചിട്ടാണ്. ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി കാണുന്ന ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. 3CaO SaO2 ഇതൊന്നും നമുക്ക് വേണ്ട, ചോദിക്കത്തും രീതിയിൽ കണ്ടിട്ടില്ല, നോട്ട് ചെയ്ത് വെക്കാം, കുഴപ്പമില്ല. ട്രൈകാൽഷ്യം സിലിക്കേറ്റിന്റെ വേറൊരു പേരാണ് എലൈറ്റ്. ആദ്യം ഏറ്റവും ഇമ്പോർട്ടൻസ് ഒരുപാട് കാണുന്നത് എലൈറ്റ്. പിന്നെ അതിന്റെ സിമ്പല് C3S. ഇനി ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഡൈകാൽഷ്യം സിലിക്കേറ്റ് എന്ന് എത്ര കാൽഷ്യം ആണ്? 2. C2S ആണ് നമ്മൾ പറയുന്നത്, അതിന് പറയുന്ന ഡിലൈറ്റ്. ഓക്കെ. ദെൻ ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് മൂന്നാമതായിട്ട്. അപ്പൊ ഇതിന്റെ കോൺസ്റ്റന്റ് നോക്കണമെങ്കിൽ ഓക്കെ, ഡൈകാൽഷ്യം എന്ന് പറയുന്നത് 32. അപ്പൊ ആദ്യം 40%, രണ്ടാമത്തെ ആവറേജ് 25 to 40, അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 25 to 40%, ആവറേജ് 32%. പിന്നെ മൂന്നാമത് കാണുന്ന ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ഇതിനാണ് പറയുന്നത് സെലൈറ്റ്. ഓക്കെ, എലൈറ്റ്, ബിലൈറ്റ്, സെലൈറ്റ് C3A ആണ്. ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് 5 to 11%, അല്ലെങ്കിൽ 10.5%. നമുക്ക് ഇത്രയും നാളും ഭയങ്കര ടഫ് ആയിട്ടൊന്നും ചോദിച്ചിട്ടൊന്നുമില്ല. ബട്ട് ഇതൊക്കെ ഇനിയിപ്പോ SSC ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ് ഈ കാണുന്ന എല്ലാ പോയിന്റുകളും. അപ്പൊ ഇനി അത് PSCയിലും എടുക്കാൻ പറ്റുന്ന നല്ല ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ ഉള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ നോട്ട് ചെയ്ത് പഠിക്കുക, അല്ല വിട്ട് കളയലിൽ ഉള്ളത് നല്ല രീതിയിൽ പഠിക്കാം. ഓക്കെ, ആവറേജ് 10.5%. അപ്പൊ ഏറ്റവും കുറവ് കാണുന്നത് ടെട്രാകാൽഷ്യം അലൂമിനം ഫെറൈറ്റ് ആണ്, 8 to 14%, ആവറേജ് 9%. ഒന്നുകൂടെ നോക്കിയാൽ എന്റെ കണ്ടന്റ് 40% ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, അല്ലെങ്കിൽ എന്ന് പറയുന്ന വേറൊരു പേര് ഏതാ? ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. പറഞ്ഞോ. എലൈറ്റ് ആണോ? ഇല്ല ഇവിടെ ആരും. എലൈറ്റ്. പിന്നെ രണ്ടാമത് വരുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ്, ബിലൈറ്റ്, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ബിലൈറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനം ഫെറൈറ്റ് ഉള്ളത് കൊണ്ട് അതിന് എന്ത് പറയും? ഫെലൈറ്റ്. നമുക്കതെടുക്കാം. അതിന്റെ റേഞ്ചസ് നോക്കാം. ഇനി ഇതിന്റെ ഫംഗ്ഷൻ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്, ഇതിന്റെ ഫംഗ്ഷൻസ്. അപ്പൊ ഓരോന്ന് ഞാൻ പറയാം. ഓക്കെ, നോക്കിയേ, ഇങ്ങനെ നിങ്ങളുടെ ഡെഫിനിഷൻ കാണും കേട്ടോ. വാട്ടർ റിയാക്ട് വിത്ത് ഇൻഗ്രീഡിയൻസ് ഓഫ് സിമെന്റ് കെമിക്കലി റിസൾട്ടിംഗ് ഇൻ ഫോർമേഷൻ ഓഫ് കോംപ്ലക്സ് കെമിക്കൽ കോമ്പൗണ്ട് ടേംഡ് ആസ് ബോക്സ് കോമ്പൗണ്ട്. കാരണം പലരും പല ഡെഫിനിഷൻ ആൻസർ ഒക്കെ കൊടുക്കും. അപ്പം ആദ്യം പറഞ്ഞതാണ് കറക്റ്റ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പൊ അതല്ലാതെ പറയുന്നാലും വാട്ടർ റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏത് കോമ്പൗണ്ട്സ് ആണെങ്കിലും ബോക്സ് കോമ്പൗണ്ട്സ് തന്നെ എഴുതാം, വേറെ കോമ്പൗണ്ട്സ് ഒന്നും ഉണ്ടാവുന്നില്ല. ട്രൈകാൽഷ്യം അലൂമിനേറ്റ്, ഇത് നോക്കിയേ, ഇത് ഈ ഒരു ഓർഡർ എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്യുന്ന ഓർഡർ. ആദ്യം ഫോം ചെയ്യുന്നത് ട്രൈകാൽഷ്യം, അല്ലെ ആദ്യം അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്, അല്ല റിയാക്ഷൻ നടക്കാൻ പോകുന്ന ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ശ്രദ്ധിച്ചോണേ, ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഏതാ? C3A. അതിന്റെ പെർസെന്റേജ് ഓർമ്മയുണ്ടോ? ട്രൈകാൽഷ്യം അലൂമിനേറ്റ് 10.5%. ഓർത്ത് ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടെ ഓർക്കുമ്പോൾ കിട്ടും കേട്ടോ. അപ്പൊ ആദ്യമേ 24 hours വാട്ടറുമായിട്ട് 24 hours ഫോം ചെയ്യുന്നതാണ് ഇത് ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറൈറ്റ്. ആദ്യം ഒരു ദിവസത്തിനകം, അത് 24 hours ഫോം ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ 24 മണിക്കൂറിൽ ഫോം ചെയ്യുന്നതാണ് ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറൈറ്റും. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ കുറെ ടൈം കഴിഞ്ഞിട്ട് ഫോം ചെയ്യുന്നതാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇതാണ് ഫോം ചെയ്യുന്ന ഓർഡർ. കണ്ടന്റിന്റെ ഓർഡർ ഓൾറെഡി പറഞ്ഞു. ഇനി ഇതിനകത്ത് ഇപ്പൊ ഏറ്റവും ആദ്യം അവിടെ ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാന്ന് ചോദിച്ചാൽ ആദ്യം ഫോം ചെയ്യുന്ന ട്രൈകാൽഷ്യം അലൂമിനേറ്റും ഫോം ചെയ്യും, ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറൈറ്റും ഫോം ചെയ്യും. ബട്ട് ഇതിന്റെ രണ്ടും ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന് ഹെൽപ്ഫുൾ ആയിരിക്കും. എന്താ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ? ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന്റെ അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളതാണ് ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറൈറ്റും. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ
സിമെന്റ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് റിലീസ് ആവും? ഹീറ്റ് അവിടെ റിലീസ് ആവത്തില്ല. അപ്പൊ ഒരുപാട് ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റും ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റും ആണ്. ഓക്കെ, അപ്പൊ നോക്കിയേ, ട്രൈകാൽഷ്യം അലൂമിനേറ്റ് എന്ന് പറയുന്നത് അതിന്റെ കണ്ടന്റ് 4 to 14% ബൈ വെയിറ്റ് ആണ്. അപ്പൊ നേരത്തെ ഞാൻ കറക്റ്റ് പെർസെന്റേജ് പറഞ്ഞു, അല്ലാതെ വെയിറ്റിന്റെ ടേം ഇങ്ങനെയും കാണാം കേട്ടോ. 4 to 14% ബൈ വെയിറ്റ് അല്ലെങ്കിൽ 10.5 കറക്റ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ. ഇനി ഫോംഡ് വിതിൻ 24 hours ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ഇൻ സിമെന്റ് ഓൾറെഡി പറഞ്ഞു. ഈ രണ്ടും ആദ്യത്തെ 24 മണിക്കൂറിൽ ഫോം ചെയ്യുന്നതാണ്. ഇനി എന്തിനാ റെസ്പോൺസിബിൾ ആയെന്ന് പറഞ്ഞേ? സ്ട്രെങ്തിന് വല്ല റെസ്പോൺസിബിൾ ആണോ ഈ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് വല്ലോ? റെസ്പോൺസിബിൾ ഫോർ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഏറ്റവും കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ മാക്സിമം എമൗണ്ട് ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഓക്കെ, അടുത്ത ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റ്, അത് 10 to 18% ബൈ വെയിറ്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ ഫോം വിതിൻ 24 hours ഓഫ് അഡീഷൻ ഓഫ് വാട്ടർ ടു സിമെന്റ്. പറഞ്ഞ കാര്യമാണ് ഇത്. നോക്കിയേ, amount of heat of hydration evolved during the formation of this compound initially. Amount of heat of hydration evolved during formation of this compound initially is comparatively more, which goes on decreasing with the time. കാരണം ട്രൈകാൽഷ്യം അലൂമിനോ ഫെറേറ്റിനേക്കാളും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇനീഷ്യലി ഒത്തിരി കൂടുതൽ കൊടുക്കുവാണെങ്കിലും ടെട്രാ കാൽഷ്യം അലൂമിനോ ഫെറേറ്റ് കുറച്ചധികം കൊടുക്കുവാണെങ്കിലും അത് പെട്ടെന്ന് താന്നു പോകും. ആദ്യമേ ഒന്ന് ഒരുപാട് ഹീറ്റ് ലിബറേറ്റ് ചെയ്തിട്ട് പിന്നെ അത്ര ഹീറ്റ് പിന്നെ അങ്ങോട്ട് ലിബറേറ്റ് ചെയ്യത്തില്ല. പക്ഷെ ഏറ്റവും കൂടുതൽ കറക്റ്റ് ആയിട്ട് ലിബറേറ്റ് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. മാക്സിമം ടോട്ടൽ എടുക്കുവാണെങ്കിൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്തത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ബട്ട് ടെട്രാ കാൽഷ്യം അലൂമിനേറ്റ് ആദ്യം കുറച്ച് റിലീസ് ചെയ്യും, ബട്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും അതിന്റെ റിലീസ് ചെയ്യുന്ന ആ ഒരു ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അപ്പൊ ബോക്സ് കോമ്പൗണ്ട് ആദ്യം പറഞ്ഞ ഈ രണ്ട് കാര്യങ്ങള് ഇനീഷ്യൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷന് റെസ്പോൺസിബിൾ ആണ്, അല്ലാതെ സ്ട്രെങ്തിനൊന്നും ഇത് അഫക്ട് ചെയ്യുന്നു, സ്ട്രെങ്ത് ഒന്നും ഇത് ഇമ്പാർട്ട് ചെയ്യിക്കുന്നില്ല, ഹീറ്റ് റിലീസ് ചെയ്യിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത രണ്ട് കോമ്പൗണ്ട് നോക്കിയേ, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആൻഡ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. എല്ലാ എക്സാമിനും ഒരു ക്വസ്റ്റ്യൻ ഇവിടുന്ന് ചോദിക്കുന്നുണ്ട്. ട്രൈകാൽഷ്യം സിലിക്കേറ്റ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്. നോക്കിയേ, ഫോംഡ് വിതിൻ എ വീക്ക് അല്ലെങ്കിൽ 7 ഡേയ്സിനകം ഫോം ചെയ്യുന്ന കോമ്പൗണ്ട് ഏതാ? 7 ഡേയ്സ്. മറ്റേത് രണ്ട് എത്ര 24 hours ഫോം ചെയ്യുന്നതാണ്, വിതിൻ 24 hours. 7 ഡേയ്സിനകം പിന്നെ ഫോം ചെയ്യുന്ന ഏതാ? ട്രൈകാൽഷ്യം. ഓക്കെ, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ് 7 ഡേയ്സിൽ ഫോം ചെയ്യുന്നത്. ഇറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ഏർലി സ്ട്രെങ്ത്. സ്ട്രെങ്തിന്റെ കാര്യം ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇനി ഇനീഷ്യൽ സ്റ്റേജ്, ഇപ്പൊ 7 ദിവസത്തിനകം ഫോം ചെയ്യുന്ന ഏതാ? അപ്പൊ ഇനീഷ്യൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാ? സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഏർലി സ്ട്രെങ്ത്, ഇനീഷ്യൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. മറക്കരുതേ. പിന്നെ ഏർലി സ്റ്റേജും ചോദിക്കും, അല്ലെങ്കിൽ എന്താ ലേറ്റർ സ്റ്റേജും ചോദിക്കാം. അപ്പൊ ഇനീഷ്യലി സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ഒരു കാര്യം ആലോചിച്ചാൽ മതി, ട്രൈകാൽഷ്യം സിലിക്കേറ്റ് C3S, ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഉണ്ടല്ലോ C2S. ഇത് രണ്ട് എസ് ഉള്ളതല്ലേ, ഈ രണ്ട് എസ് ഉള്ളത് കൊണ്ട് ഇത് സ്ട്രെങ്തിന് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ വേണേലും ഓർക്കുക. സ്ട്രെങ്ത് സെറ്റിങ്ങും അല്ല കേട്ടോ, സ്ട്രെങ്ത് ഒരു നമുക്ക് വേണ്ടത് സ്ട്രക്ചറിന്റെ സ്ട്രെങ്ത് ആണ്. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ഏതാ? ഇനീഷ്യൽ സ്റ്റേജ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഇനീഷ്യൽ സ്റ്റേജ് കാൽഷ്യം സിലിക്കേറ്റ്. അത് ഫോം ചെയ്യുന്ന വിതിൻ വീക്ക് അല്ലെ 7 ഡേയ്സ്. പല രീതിയിലും ക്വസ്റ്റ്യൻ പറയാം. പിന്നെ അപ്പൊ അതിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇത് ഏർലി സ്ട്രെങ്ത് ആണെങ്കിൽ ഡൈകാൽഷ്യം സിലിക്കേറ്റ് ഏതായിരിക്കും? ലേറ്റർ സ്റ്റേജിലെ സ്ട്രെങ്ത് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. റെസ്പോൺസിബിൾ ഫോർ പ്രോഗ്രസീവ് സ്ട്രെങ്ത് ഓഫ് സിമെന്റ് ഇൻ ലേറ്റർ സ്റ്റേജ്. അവസാനത്തെ എന്ന് വെച്ചാൽ 1 വർഷം കഴിഞ്ഞോ 2 വർഷം കഴിഞ്ഞോ അങ്ങനെയുള്ള സമയങ്ങളിൽ പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ, ഇറ്റ്സ് ഫോംഡ് വെരി സ്ലോലി ആഫ്റ്റർ ദ അഡീഷൻ. പെതുക്കെ അത് ഫോം ചെയ്തോളൂ. പെതുക്കെ ഫോം ചെയ്യുന്ന കാരണം അവസാനത്തെ സ്ട്രെങ്ത് കൊടുക്കുന്നത് ആരായിരിക്കും? ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് എപ്പോഴും ചോദിക്കുന്നത്. കഴിഞ്ഞൊരു എക്സാമിന് ഈ ഡൈകാൽഷ്യം സിലിക്കേറ്റ് ചോദിച്ചിട്ടുണ്ട്. ഏർലി ലേറ്റർ സ്റ്റേജിനകത്ത് ഏതാണ് സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്? ലേറ്റർ സ്റ്റേജ് ഏതാ ഇമ്പാർട്ട് ചെയ്യുന്നത്? ഡൈകാൽഷ്യം ആണ്, ഡൈകാൽഷ്യം സിലിക്കേറ്റ്. ഇനി ഞാനൊരു ജസ്റ്റ് നമുക്കിപ്പോ ടൈപ്സ് ഓഫ് സിമെന്റ് ഉണ്ട്. റാപ്പിഡ് ഹാർഡനിങ്, ക്വിക്ക് സെറ്റിങ്, അങ്ങനെ പല
സിമെന്റിന്റെ ക്ലാസിഫിക്കേഷൻ ടൈപ്സ് ഓഫ് സിമെന്റ് ഉണ്ട്. അപ്പൊ നിങ്ങളെ ടൈപ്സ് ഓഫ് സിമെന്റ് പഠിക്കുമ്പം ഈ പെട്ടെന്ന് ഹാർഡൻ ചെയ്യാൻ വേണ്ടി അല്ലെ പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടണം. പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടണമെങ്കിൽ ഏതാ നമ്മളെ കൂട്ടണ്ടേ? പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടാൻ ഏതാ കൂട്ടണ്ടേ? സ്ട്രെങ്ത് ആണ്. പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടാൻ മതി. പെട്ടെന്ന് സ്ട്രെങ്ത് കിട്ടാൻ സ്ട്രെങ്ത് തരുന്ന ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. അതുപോലെ പെട്ടെന്ന് സെറ്റ് ആവണം. പെട്ടെന്ന് സെറ്റ് ആവണമെങ്കിൽ ഏത് കണ്ടന്റ് കൂട്ടണം? പെട്ടെന്ന് എനിക്ക് സെറ്റ് ആവണം. ആ ഒരു സിമെന്റ് അവിടെ അത്ര നിർത്താൻ പറ്റത്തില്ല. പെട്ടെന്ന് സെറ്റ് ആക്കണം. സെറ്റ് ആക്കണമെങ്കിൽ ഏത് കണ്ടന്റ് കൂട്ടണം? സ്ട്രെങ്ത് അല്ല, സെറ്റ് ആക്കണം. സെറ്റിങ് കൊടുക്കുന്ന ഏത് കോമ്പൗണ്ടാ? ക്വിക്ക് സെറ്റിങ് കൊടുക്കുന്നത് അലൂമിന ആണോ? ക്വിക്ക് സെറ്റിങ് പറഞ്ഞില്ലേ നമ്മള്? അപ്പൊ ക്വിക്ക് സെറ്റ് നടക്കാൻ വേണ്ടി, ക്വിക്ക് സെറ്റിംഗ് നടക്കാൻ വേണ്ടി അലൂമിന കണ്ടന്റ് കൂട്ടണം. അലൂമിന കണ്ടന്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ കൂട്ടാൻ പറ്റുന്നേ? അലൂമിന കണ്ടന്റ് കൂട്ടണമെന്ന് പറഞ്ഞാൽ ട്രൈകാൽഷ്യം അവിടെ കൂട്ടണം. അപ്പൊ അങ്ങൊന്ന് കണക്ട് പിന്നെ അങ്ങോട്ട് പഠിക്കുമ്പോഴേ നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് പഠിക്കണം. അങ്ങനെ വേണം മനസ്സിലാക്കി വെക്കാൻ കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഓപ്ഷൻ വരുമ്പോഴത്തേക്ക് ആകെ കൂടെ കൺഫ്യൂസ്ഡ് ആയിപ്പോ. മനസ്സിലാക്കി വെക്കുവാണെങ്കിൽ ഒരു കൺഫ്യൂഷനും ഇല്ല, പഠിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പൊ ഇത്രയുമാണ് ബോക്സ് കോമ്പൗണ്ട്സ്. ഓക്കെ, ഇത് ഈ തന്നിരിക്കുന്ന എക്സ്ട്രാ പോയിന്റ്സ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നിങ്ങൾ നോട്ട് ചെയ്യുക, ഇതൊന്ന് വായിച്ചു നോക്കുക. ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഇത് സ്ട്രെങ്തിന്റെ കാര്യമാണ്. ഇറ്റ് ഇനബിൾ ക്ലിങ്കർ ഈസി ടു ഗ്രൈൻഡ്. പെട്ടെന്ന് ഗ്രൈൻഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന എന്താ? ഇറ്റ് ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് ആൻഡ് തോയിങ്. ഇതിനെയൊക്കെ തൊട്ട് ഓപ്പോസിറ്റ് ആട്ടോ. ട്രൈകാൽഷ്യത്തിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിരിക്കും ഡൈകാൽഷ്യം വരുന്നത്. അപ്പൊ ട്രൈകാൽഷ്യത്തിനകത്ത് എന്താ ക്ലിങ്കറിങ് എന്താ ഈസി ആയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി ട്രൈകാൽഷ്യം ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ഹാർഡ് ടു ഗ്രൈൻഡ് ആയിരിക്കും ഡൈകാൽഷ്യം. ഓപ്പോസിറ്റ് എന്ന് ഓർത്താൽ മതി. അതുപോലെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഇൻക്രീസ് ദ റെസിസ്റ്റൻസ് ഓഫ് ഫ്രീസിങ് ആൻഡ് തോയിങ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരും? ഡൈകാൽഷ്യത്തിൽ എങ്ങനെ വരും? ഇറ്റ് ഡിക്രീസസ് ദ റെസിസ്റ്റൻസ് ടു ഫ്രീസിങ് ആൻഡ് തോയിങ്. ഓക്കെ, ഇങ്ങനെയുള്ള ഒന്ന് രണ്ട് പോയിന്റ് ഉള്ളു. പിന്നെ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏറ്റവും നല്ല ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് 500 ജൂൾ പെർ ഗ്രാം ആണ്. ഓരോന്നിന്റെ വാല്യൂ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഡൈകാൽഷ്യം 260 ആണ്. അങ്ങനെ ഓരോന്നിന്റെയും ഇതൊക്കെ ഒന്ന് കാണാതെ പിന്നെ ഒന്ന് പഠിച്ചാൽ മതി കേട്ടോ. അണ്ട് ഏറ്റവും കൂടുതൽ ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഏതാന്നാ പറഞ്ഞ? ഹീറ്റ് ഏറ്റവും കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്ന ഏതാ? ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്ന ഏതാന്നാ പറഞ്ഞേ? ഓർത്തോ? എല്ലാരും ഒന്ന് ഓർത്തോ? ഹീറ്റ് ഏറ്റവും കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്ന ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ആണോ? എന്നല്ലേ പറഞ്ഞേ? മറന്നോ? ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് ഏറ്റവും കൂടുതൽ ഹീറ്റ് ലിബറേറ്റ് ചെയ്യുന്നത്. അത് ഇവിടെ എഴുതിയിട്ടുണ്ട്. അറൌണ്ട് 865 ജൂൾ പെർ ഗ്രാം. കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി. ഏറ്റവും കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്നത് ട്രൈകാൽഷ്യം അലൂമിന. നമുക്ക് ചെറുതായിട്ടൊന്നും ഈ PSCക്ക് അങ്ങനെ ഒത്തിരി റേഞ്ചസ് ഒന്നും ഇട്ടിട്ട് ചോദിക്കത്തില്ല. ഏറ്റവും കൂടുതൽ ഏതാ, ഏറ്റവും കുറവ് ഏതാ, അത്രേ ചോദിക്കത്തുള്ളൂ. ഏറ്റവും കൂടുതലുള്ളത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ് 865. ഏറ്റവും കുറവെന്ന് പറഞ്ഞാല് നമ്മളുടെ ലാസ്റ്റ് ഡൈകാൽഷ്യം സിലിക്കേറ്റ്. അത് പെതുക്കെ ഫോം ചെയ്യുന്നതുകൊണ്ട് പെതുക്കെ ഒരുപാട് ഹീറ്റ് ഒന്നും അവിടെ റിലീസ് ചെയ്യത്തില്ല. കുറച്ച് 260 ജൂൾ പെർ ഗ്രാം ആണ്. അപ്പൊ ഈ രണ്ട് പോയിന്റ് ഇവിടെ നിന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, ബാക്കി ഇതുപോലെയുള്ള എല്ലാം ഒന്ന് വായിച്ചു വെക്കണേ. ഇത്രയും കാര്യങ്ങൾ 4-8 സ്ലൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ അത്രയും സ്ലൈഡിന്റെ പോയിന്റ്സ് മനസ്സിലാക്കി പഠിക്കുക. പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സിമെന്റ് ഏകദേശം നമുക്ക് ഒരുവിധം നമ്മുടെ കൈപ്പിടിയിലേക്ക് എത്താൻ പറ്റും. ഇനി നോക്കിയേ, ഹൈഡ്രേഷൻ. നമ്മൾ ഇത്രയും നേരം ഹൈഡ്രേഷൻ എന്താന്ന് പറഞ്ഞു. അപ്പൊ ജനറൽ ആയിട്ടൊന്ന് തിയറി നോക്കാം. ഹൈഡ്രേഷൻ എന്താന്ന്? കെമിക്കൽ റിയാക്ഷൻ ഓഫ് സിമെന്റ് വിത്ത് വാട്ടർ. ഇറ്റ് പ്രൊഡ്യൂസസ് എന്താ അവിടെ ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്യുന്നേ? ഒരു ജെല്ലാ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞോ? ആക്ച്വലി ആ ജെല്ലിന്റെ പേര് CSH ജെല്ല്. CSH ജെല്ല്. അതിന്റെ വേറൊരു പേരാണ് ചോബർമൊറൈറ്റ് ജെല്ല്. പേരൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ജെല്ല് ഇതുവരെ PSCക്ക് എടുത്ത് അവര് ഇട്ട് കളിച്ചിട്ടൊന്നും ഇല്ല. എങ്കിലും SSCക്ക് ഒക്കെ ചോദിക്കാറുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. അതിന്റെ കോൺസെപ്റ്റ് പഠിക്കുമ്പോൾ അതും കൂടെ ക്ലിയർ ചെയ്ത് പഠിക്കുക. CSH ജെല്ലാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഇനി ഹൈലി എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഓൺലി C3S ആൻഡ് C2S റിയാക്ട് വിത്ത് വാട്ടർ ടു പ്രൊഡ്യൂസ്. അപ്പം ഈ ഒരു ജെല്ലിന് ഫോം ചെയ്യാൻ എന്താ കാരണമാവുന്ന ഏതൊക്കെ കോമ്പൗണ്ട്സാ? ഒരു ജെല്ല് പ്രൊഡ്യൂസ് ചെയ്യുന്ന റീസൺ ആയിട്ട് ഏതൊക്കെ കോമ്പൗണ്ട്സാ വരുന്നേ? ഡൈകാൽഷ്യം സിലിക്കേറ്റും
ഡൈകാൽഷ്യം സിലിക്കേറ്റ് മാത്രമാണ്, സിലിക്കേറ്റ്സ് രണ്ടുമാണ് ഈ ജെല്ല് ഫോം ചെയ്യാൻ റീസൺ വരുന്നത്, അല്ല അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത്. ഇനി അതിന്റെ കോമ്പോസിഷൻ നോക്ക്. C3 ജെല്ല് എന്ന് പറയുന്നത് C3H2H3. C എന്ന് പറയുന്ന കാൽഷ്യം, S സിലിക്കേറ്റ് ആൻഡ് H എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് വാട്ടർ റിലേറ്റ് ചെയ്തിരിക്കും കേട്ടോ. C3H2H3 ഇതാണ് ആ ജെല്ല് എന്ന് പറയുന്നത്. അപ്പൊ ഈ ജെല്ലാണ് നമുക്ക് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ആണല്ലോ. അതാണ് നമ്മളുടെ ആക്ച്വലി അതിന്റെ കോൺസെപ്റ്റും കാര്യങ്ങളും എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കോമ്പൗണ്ട് വാട്ടർ റിയാക്ട് ചെയ്ത് ഏത് ഫോം ചെയ്യും? ടോബർമൊറൈറ്റ് എന്ന് പറയുന്നത് ജെല്ല് ഫോം ചെയ്യും. ഈ ജെല്ലാണ് നമ്മളുടെ സ്ട്രെങ്തിന് റീസൺ. ബട്ട് ഈ ജെല്ല് കൂടാതെ എക്സ്ട്രാ കുറച്ച് ജെല്ലൊക്കെ ഫോം ചെയ്യും, പക്ഷെ അത് നമുക്ക് നല്ലതല്ല. അത്യാവശ്യം അത്രയും കാര്യങ്ങൾ നോക്കിയാൽ മതി. ഇനി ഈ ജെല്ലിന്റെ കൂടെ എക്സ്ട്രാ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെ? കാൽഷ്യം CaOH ട്വൈസ്, ഇതും കൂടെ ഇതിന്റെ ബൈ പ്രോഡക്റ്റ് ആയിട്ട് വരും. ബട്ട് നമുക്ക് ഈ കാൽഷ്യം CaOH ട്വൈസ് ഈസ് അൺഡിസൈറബിൾ പ്രോഡക്റ്റ് ആണ്. കാരണം ഇതെന്ന് പറയുന്നത് ഏതിന് കാരണമാവും? സൾഫേറ്റ് അറ്റാക്കിന് റീസൺ ആവും. സൾഫേറ്റ് അറ്റാക്കിന്റെ കാരണം ഈ ഒരു കോമ്പൗണ്ട് ഒരുപാടുണ്ടെങ്കിൽ അവിടെ സൾഫർ അറ്റാക്ക് കൂടും. അതുകൊണ്ട് ഈ ഒരു കോമ്പൗണ്ട് എപ്പോഴും മിനിമം നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം. അതനുസരിച്ച് അവിടെ ആഡ് ചെയ്യുന്ന ജിപ്സം കണ്ടന്റ് ഒക്കെ നമുക്കൊന്ന് കൺട്രോൾ ചെയ്ത് വിട്ടാൽ മതി. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ ഹൈഡ്രേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഈ ജെൽ എന്താന്ന് നോട്ട് ചെയ്യുക, C3H2H3. ഓക്കെ, ഇനി ഇതിന്റെ വാട്ടർ കണ്ടന്റ്. ഈ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ എത്ര വാട്ടർ ആവശ്യമുണ്ട് ശ്രദ്ധിക്കണം. വാട്ടർ എത്ര ആവശ്യമുണ്ടെന്ന് നോക്കിയേ, ടാബുലാർ കോളം വെച്ച് പറയാം. നമുക്ക് കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ, ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിമെന്റിനകത്തോട്ട് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് റിയാക്ഷൻ നടക്കണമെങ്കിൽ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ വേണം? ഈ ഒരു ടാബുലാർ കോളം ശ്രദ്ധിക്കണേ. വാട്ടർ റിക്വയർമെന്റ് ആണ്. കംപ്ലീറ്റ് റിയാക്ഷൻ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് റിയാക്ട് ചെയ്ത് ഈ ഒരു ജെല്ല് ഫോം ചെയ്യാൻ വേണ്ടി റിയാക്ഷന് നമുക്ക് എത്ര പെർസെന്റേജ്? 23%. ജെൽ ഫോർമേഷൻ എത്രമാത്രം വേണം? ജെൽ ഫോം ചെയ്ത് അവിടെ റിയാക്ഷൻ കംപ്ലീറ്റ് ആയി കേട്ടോ. ജെല്ല് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ റിയാക്ഷൻ കംപ്ലീറ്റ്. അപ്പൊ ഒരു കംപ്ലീറ്റ് റിയാക്ഷന് എത്ര പെർസെന്റേജ് വാട്ടർ വേണം? ഓക്കെ, എത്ര പെർസെന്റേജ് വാട്ടർ ഇവിടെ വേണം? 23% വാട്ടർ വേണം. നമ്മളുടെ ഒരു കോമ്പൗണ്ടിനകത്ത് നമുക്ക് ജെല്ലൊക്കെ ഫോം ചെയ്ത് 23 എന്തിനു വേണ്ടിയാണ്? റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 23% വേണം. ബട്ട് ആക്ച്വലി അതിന്റെ ഇടയ്ക്കും കൂടെ കുറെ വാട്ടർ അവിടെ നമുക്കൊരു വർക്കബിലിറ്റിക്ക് എക്സ്ട്രാ വാട്ടർ വേണ്ടായോ? അതോ ഈ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ നമ്മളുടെ ജോലി അങ്ങ് തീരുവോ? നമുക്ക് വർക്കബിലിറ്റിക്ക് എക്സ്ട്രാ വാട്ടർ അവിടെ വേണ്ടായോ? അപ്പൊ ഇതിന്റെ ഈ പോർസിന്റെ ഇടയ്ക്കും വാട്ടർ വേണം. അപ്പൊ അതെന്താ? ജെൽ പോർസിനകത്ത് എത്ര പെർസെന്റേജ് വാട്ടർ വേണം? ജെൽ പോർസിനകത്ത് എത്ര പെർസെന്റേജ് വേണം? 15%. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി 23% വേണം. റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന അവിടെ ജെൽ ഫോം ചെയ്തു. ജെൽ ഫോം ചെയ്യാൻ 23% വേണം. ഇനി അതിന്റെ ഇടയ്ക്ക് പോറുകളുണ്ട്, പോർ സ്പേസ് ഒക്കെ ഉണ്ട്. ആ പോർ സ്പേസ് ഫില്ല് ചെയ്യാൻ എത്രയും കൂടെ വേണം? 15% വേണം. അപ്പൊ ടോട്ടൽ എത്ര പെർസെന്റേജ് ആയിരിക്കും വാട്ടറിന്റെ റിക്വയർമെന്റ്? 30. ടോട്ടൽ ചോദിക്കുവാണെങ്കിൽ 38% ആണ്. റിയാക്ഷൻ മാത്രത്തിനാണ് 23% പറയുന്നത്. ഇനി അത് കാരണം പല ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആണ്. ഞാൻ 23 കണ്ടു, 15 കണ്ടു, 38 കണ്ടു. ആക്ച്വലി ടോട്ടൽ വാട്ടർ എത്ര വേണം? ടോട്ടൽ വാട്ടർ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ 38%. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 38% ആണ് അതിന്റെ. റിയാക്ഷൻ അല്ലെ ജെല്ല് ഫോം ചെയ്യാൻ മാത്രമാണ് 20% വേണ്ടത്. Okay, നോക്കിയേ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ഓഫ് ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റ് ഡ്യൂറിംഗ് 7 days is about 89 to 90 calorie per gram and during 28 days 90 to 100 gram. ഇതൊക്കെ നിങ്ങൾ തിയറി ആണ് പഠിക്കുക. ഇനി വാട്ടറിന്റെ റിക്വയർമെന്റ് about 23% by weight of cement. ടോട്ടൽ സിമെന്റ് എത്രയാണ് എടുക്കുന്നത് അതിന്റെ 23% കേട്ടോ. 1 kilo സിമെന്റ് എടുത്താൽ അതിന്റെ 23% ഓഫ് വാട്ടർ എന്തിനു വേണം? is required to carry out the complete hydration. ഹൈഡ്രേഷൻ അല്ലെങ്കിൽ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 23% വാട്ടർ വേണം. ദെൻ അഡീഷണൽ എത്രയും കൂടെ വേണം പോർ സ്പേസിന് വേണ്ടി? about 15% of water is used for filling the voids of the cement particles. Okay, then hence total എത്ര വേണം? 38% of water is required to carry out complete hydration. ഓക്കെ, അപ്പൊ കറക്റ്റ് ആയിട്ട് പറയുവാണെങ്കിൽ 38 അങ്ങനെ ചോദിക്കും. 38% ആണ് കൂടുതലും ചോദിക്കുന്നത്. ഹൈഡ്രേഷൻ കംപ്ലീറ്റ് ആവണമെങ്കിൽ അതിന്റെ സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്നത് റിയാക്ഷൻ നടക്കാൻ 23 പോർ സ്പേസിൽ 15.
ഇനി എന്തായാലും ഏതെങ്കിലും കേസ് എടുത്ത് ചോദിക്കുവാണെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാൻ പഠിച്ചാൽ മതി. പിന്നെ റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, ഹൈഡ്രേഷൻ നടക്കുന്ന റേറ്റ്, ഏറ്റവും പെട്ടെന്ന് റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് C3AF ലാണ്. അത് കഴിഞ്ഞ് C3A, then C3S, C2S. അതിന്റെ ഒരു ഓർഡറും കൂടെ നോട്ട് ചെയ്ത് വെച്ചു. Okay, order of heat of hydration, order of rate of hydration, order of strength, order of setting time. ഇത്രയും ഇതും കൂടെ പഠിച്ചു വെച്ചിരിക്കുക. ഞാൻ ഇത് കഴിഞ്ഞ് എന്റെ PPT ഇട്ട് തരാം. ഇന്ന് എടുത്തിരിക്കുന്ന ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് വേണം. ഇനി അടുത്ത ടെസ്റ്റിംഗ് നമുക്കുണ്ട്, ടൈപ്സ് ഓഫ് സിമെന്റും ഉണ്ട്. അത് രണ്ടും നമുക്ക് നാളെ എടുക്കാം. അപ്പൊ ഇത് നോക്കിയ ഓർഡർ ഓഫ് ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ. ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത് എമൗണ്ട് ഓഫ് ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ 1 gram കോമ്പൗണ്ട്. ഓക്കെ, 1 gram കോമ്പൗണ്ട് എടുത്താൽ എത്രമാത്രം ഹീറ്റ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഹീറ്റ് അവിടെ റിലീസ് ചെയ്യുന്ന ആരാന്ന് നമ്മൾ പഠിച്ചേ? ഏറ്റവും കൂടുതൽ ഹീറ്റ് റിലീസ് ചെയ്യുന്ന ആരാ? ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ്. ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ് 65. അത് കഴിഞ്ഞ് ഡൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണ് 500. then ടെട്രാകാൽഷ്യം അലൂമിന ഫെറൈറ്റ് 420, ഡൈക്കാൽഷ്യം സിലിക്കേറ്റ് 260. this is for heat of hydration order. ഇനി റേറ്റ് ഓഫ് ഹൈഡ്രേഷൻ, റേറ്റ് സ്പീഡ് ലിബറേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഏറ്റവും സ്പീഡിൽ ആദ്യം ആരാ ലിബറേറ്റ് ചെയ്യുന്നത്? ക്വാണ്ടിറ്റി അല്ല പറയുന്നത്, സ്പീഡിൽ അത് ഏറ്റവും കൂടുതൽ ലിബറേറ്റ് ചെയ്യുന്നത്. ആദ്യം ഏറ്റവും കൂടുതൽ ലിബറേറ്റ് ടെട്രാകാൽഷ്യം അലൂമിന ഫെറേറ്റ് ആണ്. നോട്ട് ചെയ്യണേ, സ്പീഡ് പെട്ടെന്ന് ലിബറേറ്റ് ചെയ്യുന്നത് അലൂമിനോ ഫെറേറ്റ്, ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റ് ആണ്. എമൗണ്ട് കൂടുതൽ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആണ്. ഓക്കെ, ദെൻ ട്രൈകാൽഷ്യം അലൂമിനേറ്റ്. എല്ലാത്തിന്റെ ലാസ്റ്റ് വരുന്ന നമ്മുടെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ്. ലിബറേറ്റ് ചെയ്യുന്ന ഹീറ്റിന്റെ സ്പീഡ് ആണെങ്കിലും റേറ്റ് ആണെങ്കിലും ഹീറ്റ് ഓഫ് ഹൈഡ്രേഷൻ ആണെങ്കിലും ലാസ്റ്റ് വരുന്നത് ഡൈകാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഓക്കെ, ഇനി സ്ട്രെങ്തിന്റെ ഓർഡർ എങ്ങനെയാ? ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആരാ? ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ആരാ ഇമ്പാർട്ട് ചെയ്യുന്നത്? ഇവിടെ ഡൗട്ട് അടിക്കരുത്. നമ്മൾ പറഞ്ഞ ലേറ്റർ സ്റ്റേജിൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്ന ആരാ? ഡൈക്കാൽഷ്യം സ്റ്റേജ്. ബട്ട് നമുക്കൊരു ആദ്യം ഒരു 28 ഡേയ്സിനകത്ത് മാക്സിമം സ്ട്രെങ്ത് ഒക്കർ ഉണ്ടായോ? അറൌണ്ട് 2/3 ഓഫ് സ്ട്രെങ്ത് ആദ്യത്തെ ആ ഒരു ടൈമിൽ 28 ഡേയ്സിനകത്ത് തന്നെ നമുക്ക് സ്ട്രെങ്ത് കിട്ടണം. അപ്പൊ ആദ്യമേ കൂടുതൽ സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? സ്ട്രെങ്ത് കൂടുതൽ പ്രൊവൈഡ് ചെയ്യുന്ന ആരാ? ആദ്യത്തെ സ്ട്രെങ്ത് ഇനീഷ്യലി റെസ്പോൺസിബിൾ ആരാ? ട്രൈക്കാൽഷ്യം. ഇനീഷ്യലി റെസ്പോൺസിബിൾ ആണ് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. അത് തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഇമ്പാർട്ട് ചെയ്യുന്നത്. ലേറ്റർ സ്റ്റേജിലാണ് ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്. പക്ഷെ അവസാനത്തെ 1/3 മാത്രം മതി അതിനാണോ? അവസാനത്തെ ആ ഒരു ചെറിയൊരു എമൗണ്ട് ഓഫ് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത് ഡൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണ്. ഇവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. ഓർഡർ ഓഫ് സ്ട്രെങ്ത് വെച്ചിട്ട് ഉണ്ടാവുന്ന സമയം വെച്ച് നോക്കരുത്. ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ് ആണ് ഒരുപാട് സ്ട്രെങ്ത് പ്രൊവൈഡ് ചെയ്യുന്നത്. ദെൻ ഡൈക്കാൽഷ്യം, ദെൻ ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ്. ഏറ്റവും ലാസ്റ്റ് സ്ട്രെങ്ത് ഇത് വളരെ കുറവ്, ഇതായിട്ടില്ല എന്ന് തന്നെ പറയാം, ടെട്രാകാൽഷ്യം അലൂമിന ഫെറേറ്റ്. ഇനി സെറ്റിംഗ് ടൈമിന്റെ ഓർഡർ സ്ട്രെങ്ത് അല്ലേ, പെട്ടെന്ന് സെറ്റ് ആവുന്ന ഏതാ? ഇത് ഉണ്ടായിട്ട് പെട്ടെന്ന് സെറ്റ് ആവുന്നതിന്റെ ഓർഡർ ആണ് ഈ തന്നിരിക്കുന്നത് കേട്ടോ. ആദ്യമേ സെറ്റ് ആവുന്നത് ട്രൈക്കാൽഷ്യം അലൂമിനേറ്റ്, പിന്നെ സെറ്റ് ആവുന്നത് ടെട്രാകാൽഷ്യം അലൂമിനോ ഫെറേറ്റ്, പിന്നെ സെറ്റ് ആവുന്നത് ഡൈക്കാൽഷ്യം. ഏറ്റവും ലാസ്റ്റ് സെറ്റ് ആവുന്ന ആരാ? ഡൈക്കാൽഷ്യം സിലിക്കേറ്റ്. ഇത് ട്രൈക്കാൽഷ്യം സിലിക്കേറ്റ്. ഓക്കെ ആണോ? ഇത്ര എടുത്ത കാര്യങ്ങൾ അത്രയും ക്ലിയർ ആണോ? ഓക്കെ, അപ്പോളെ ഒരു കാര്യം നിങ്ങൾ ചെയ്യണം. ഇത്രയും പറഞ്ഞത് എല്ലാം ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് നല്ലതുപോലെ ഫോക്കസ് ചെയ്ത് ഈ ഒരു കോമ്പൗണ്ട്സ് നല്ലതുപോലെ പഠിക്കുക. ഇടയ്ക്കൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്യുക. നാളെ വരുമ്പോഴത്തേക്ക് എന്തായാലും പക്കായിട്ട് നല്ല ക്ലിയർ ചെയ്തിട്ട് വേണം വരാന്. അപ്പൊ നാളെ നമുക്ക് ബാക്കി ടെസ്റ്റിങ്ങും ടൈപ്സ് ഓഫ് സിമെന്റും നോക്കാം. ഓക്കെ, മാക്സിമം നിങ്ങൾ രാവിലെ ജോലിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിലേ ഒന്ന് വീഡിയോ ഓൺ ആക്കി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മനസ്സിൽ കൂടെ പോവല്ലോ, പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് റെസ്റ്റ് എടുക്കുമ്പോഴായാലും ഒന്ന് കേൾക്കാം. അപ്പൊ ആരും വേണ്ടാന്നൊന്നും വെച്ചേക്കരുത്. നല്ലതുപോലെ അത് പ്രിപ്പയർ ചെയ്യണം. കാരണം ഇതിന്റെ കൂടെ നമുക്ക് ബിൽഡിംഗ് മെറ്റീരിയൽസ് കൊണ്ടുപോയില്ലെങ്കിൽ അവസാനം ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഓക്കെ, താങ്ക് യു.